കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങൾ, സഹോദരിമാർ, സഹോദരന്മാർ, ആമി കടന്നു വന്നിരിക്കുന്ന കഥാദാസന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഒരു വ്യത്യസ്ത അനുഭവം ഇന്ന് സന്ധ്യയിൽ നമ്മുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകേണ്ടതിന് എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ചിലർക്ക് കടന്നു വരുവാൻ കഴിയാതായിരിക്കുന്നു, അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ആമീൻ ഹാലലിയ, പ്രത്യേകിച്ച് കേരളത്തിന്റെ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആമീൻ ഹാലലി വർഷം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആമീൻ സാന്ത്വച്ച് നമ്മുടെ നടുവിലുണ്ട്. ആമീൻ സ്തോത്രം. ഹാലലി തുറന്നുള്ള സമയം ആമീൻ പ്രിയ ഹാലലി രാമദാസനായിരിക്കും വർഷിപ്പ് ആമീൻ ലീഡ് ചെയ്യുന്നത്. ആമീൻ പ്രാർത്ഥനയോടെ എല്ലാവരുമായിരിക്കണം. അപ്പോൾ തന്നെ ആമീൻ ഹാലലി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങള് ആമീൻ വളരെ ആമീൻ സ്നേഹബന്ധമുള്ള ദൈവദാസന്മാരാണ്. ഒരുമിച്ച് ഇന്ന് സന്ധ്യകളിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാം ദൈവത്തിന്റെ കരുണയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നമ്മെ നടത്തി. ഈ സന്ധ്യയിൽ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ഭാരങ്ങളൊക്കെ ദൈവത്തിന്റെ കരങ്ങളിൽ ഇറക്കി വെച്ചിട്ട് എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കണം. നാം ഒരു ചെറിയ കൂട്ടമായി ദേശത്ത് ദൈവം നിർത്തിയിരിക്കുന്നു. അനുഗ്രഹത്തോടെ ദൈവം നമ്മെ നടത്തുന്നു. സ്തോത്രം. ആമേൻ. വിടുതലോടെ ദൈവം നമ്മെ നടത്തുന്നെങ്കിൽ ആ സന്തോഷത്തോടെ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകാൻ സ്വർഗ്ഗം സഹായിക്കട്ടെ. തുടർന്നുള്ള സമയം ആമേൻ ദാസനോട് കടന്നു വന്ന് ആരാധനയിൽ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. ഒരു ദിവസം കൂടി കർത്താവിനെ ഉയർത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി തന്ന വലിയ ഭാഗ്യ പദവികൾക്കായി കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള ഒരു പ്രാവശ്യം കൊണ്ട് കർത്താവിനെ സ്തുതിച്ചാൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താനാമത്തിൽ വന്ദനം ചെയ്യുന്ന, പ്രത്യേകിച്ച് ചർച്ചിന് നേതൃത്വം നൽകുന്ന അഭിഷേക്തൻ, ഇന്ന് രാത്രി പ്രധാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുമെന്ന പ്രിയ സാംബാസ്റ്റോട് കർത്താവിനെ സ്തുതിക്കുന്നു. ഒന്നിച്ച് ഞങ്ങൾ പൗരുഷനിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നവരാണ്. ആദ്യമായിട്ടാണ് ഒരുമിച്ച് പുറത്ത് ശുശ്രൂഷിക്കുന്നതിനുള്ള അവസരം കർത്താവ് തന്നല്ലോ. കർത്താവ് ദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കാഴ്ചയും എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അധികം സമയം കളയാതെ ചില നിമിഷം നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി സമയത്തെ വേർതിരിക്കും. ഒരു നിമിഷം കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, താങ്ക് യു ജീസസ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാ ആദരങ്ങളും തുറന്ന് കർത്താവെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിക്കാരിവിടെ ഉണ്ട്. ഈ സന്ധ്യ സമയം ഹല്ലേലൂയ. എന്റെ അടുത്ത് എന്റെ കർത്താവിന്റെ ആരാധന സ്വീകരിപ്പാൻ എന്നെ അടുത്തോട്ട് നമ്മൾ ബോധ്യത്തോടു കൂടി വേണം ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും. നമ്മുടെ ജീവിതത്തിലെ ഏത് നിമിഷവും കർത്താവ് നൽകി തന്ന എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അർഹിക്കാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നു. അല്ലെങ്കിൽ പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം കിട്ടിയില്ലേലും ഞാൻ ചിന്തിക്കാത്ത വിധത്തിലുള്ള ഏതെല്ലാം നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ തന്നത്. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞതുപോലെ നീ ഒഴികെ ഒരു നന്മയും എന്റെ ജീവിതത്തിൽ ഇല്ല. കർത്താവ് തന്നതല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നവരുടെ അതരങ്ങൾ തുറന്ന് ചില നിമിഷങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. ഞാൻ എന്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അവൻ എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നും നിലനിൽക്കുന്നത്. അവൻ വീഴുവാൻ തക്കവണ്ണം പിശാച് തള്ളിയെങ്കിലും അവന്റെ ബലമുള്ള കൈക്കീഴിൽ ഹല്ലേലൂയ ഞാൻ സുരക്ഷിതനായി ഇന്നും ഇരിക്കുന്നു വിശ്വസിക്കുന്നവർ കരങ്ങളെ ഒന്ന് അടിച്ചു കർത്താവിന് മഹത്വപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അവിശ്വസ്തത വന്നപ്പോഴും വിശ്വസ്തനായി പാർത്ത ആ നല്ല കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ ആരാധിക്കുന്നു. ഓ വി പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയായ പാലകൻ താൻ ഇല്ലെനിക്കു കേവലമോട്ടും. യഹോവയായ പാലകൻ താൻ ഇല്ലെനിക്കു കേവലമോട്ടും.
സ്വർലോകനാഥന മഷിഹാ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ ഓ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മഷിഹാ
ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം രാത്രിക്കാരോട് ഇത് മനസ്സിലാക്കുന്ന ഒരു കാലം ആദ്യകാലങ്ങളിൽ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വർഗീയ ഭാഷയിൽ പ്രാവശ്യം കർത്താവിലേക്ക് നോക്കി മറ്റെല്ലാ ഭാരങ്ങളും മറന്ന് എല്ലാ ചിന്തകളും ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചത് ഏകാഗ്രതയോടെ ദൈവം പറയുന്ന ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ബലത്തോടെ വേണം ദൈവത്തെ സ്തുതിപ്പാൻ. അങ്ങനെ ഉഴപ്പിയുള്ള ആരാണ് ദൈവത്തിന് ഇഷ്ടമല്ല. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് നോക്കി നിങ്ങളുടെ ശബ്ദം എത്രത്തോളം ഉയർത്താമോ കർത്താവിനെ കർത്താവായ ആ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം നമുക്ക് ഉയർത്താം. ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആര് നിന്റെ കൂടെ ഇല്ലെങ്കിൽ നെവർ മൈൻഡ്. ഹല്ലേലൂയ. പ്രശ്നമില്ല എന്ന് പറഞ്ഞാട്ടെ. വേറെ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും യേശു എന്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അത് മതിയെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ചതിക്കുന്ന ലോകത്തിൽ തള്ളിക്കളയുന്ന ലോകത്തിൽ യേശു മാത്രം നിന്റെ കൂടെ ചേർന്ന് നിൽക്കുക. ആരും നിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ കാണത്തില്ല. ഒരു പക്ഷേ യേശു പറയുന്നു ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ ബലം ക്ഷയിക്കുമ്പോൾ അവൻ നിന്റെ തോളിൽ എടുത്തുകൊണ്ട് നടക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഒന്ന് പറഞ്ഞാൽ ഉറപ്പോടെ എന്റെ കൂടെ എന്റെ യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ തോട് വിശ്വാസത്തോടെ ഒന്ന് പ്രഖ്യാപിച്ചാൽ എന്റെ യേശു എന്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് സംഗീതകാരൻ ധൈര്യമായിട്ട് പറയുന്നത് ഞാൻ എന്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്നെ സഹായിപ്പാൻ എന്റെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഒന്നുമില്ല. ആരാ എനിക്കുള്ളത്? സകലത്തെയും സൃഷ്ടിച്ച ഉടയവൻ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ലക്ഷിക്കത്തില്ല. വിശ്വസിക്കുന്നവരുടെ കരങ്ങളെ അടിച്ചു നിർത്താൻ മറന്നുകൊടുക്കാതെ ഞാൻ തകർന്നു പോകത്തില്ല. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. വെറുതെ ദ്രോഹിക്കുന്നോ ലജ്ജിച്ചു പോകും. അവന്റെ മുഖത്തെ അന്വേഷിക്കുന്ന ഒരുവരും ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് നോക്കുവാൻ പറ്റിയൊരു നാമം ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുക എന്റെ കണ്ണുകൾ ഉയർത്തി ഞാൻ നോക്കും കർത്താവേ നിന്റെ ദയയ്ക്കായി. ഹല്ലേലൂയ. അടുത്ത വരികൾ പാടുന്നു എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്ന എന്റെ ജീവിതത്തിൽ ദൈവം എന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത ഓരോ നിമിഷവും എണ്ണിയാൽ പറഞ്ഞാൽ തീരാത്ത രീതിയിൽ ദൈവം ഓരോ നിമിഷവും നമ്മളെ വഴി നടത്തും. ഏറ്റവും വലിയ അത്ഭുതം ജീവനോടെ ഇന്ന് രാവിലെ ഇവിടെ ആയിരുന്നു ദൈവത്തെ സ്തുതിക്കുക. അനേക ലോകത്തിൽ മാറ്റപ്പെട്ടപ്പോൾ വലിയ വിശ്വസ്തതയും വിശുദ്ധിയേറിയ ജീവിതം കൊണ്ടൊന്നുമല്ല. പക്ഷേ ദൈവം വിശ്വസ്തത നേടി വീണ്ടും നിലനിർത്തിയിരിക്കുക. കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിന് വേണ്ടി പാടുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിപ്പാൻ ഒരു ദിനം കൊണ്ട് ദൈവം തന്നിരിക്കുക. അതുകൊണ്ട് എല്ലാം മറന്ന് സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് ഗാനം പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. കരങ്ങളെ ചേർത്തടിച്ചാട്ടെ സന്തോഷത്തോടെ. This is the day that the Lord has made. We will rejoice. സകലമന്ത്രി കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കാം. ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ. Everything has breath. Praise the Lord. Hallelujah. എനിക്കൊത്താശ വരും പർവ്വതം
പുറമേ നിന്ന് നിന്നെ വിധിക്കാൻ പറ്റും, പക്ഷേ അത് നാളുകളായിട്ട് നിന്നെ അറിയാമെന്ന് പറയാൻ പറ്റും, പക്ഷേ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അവൻ ദൂരെ നിന്ന് അവൻ നോക്കുന്ന ദൈവം, സകലതും ഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവനിലേക്ക് നാം നോക്കിയാണ് നമ്മുടെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി അവനുമായിട്ടാണ് നമുക്ക് കാര്യം, ഒരു മനുഷ്യനുമായിട്ടൊരു കാര്യമില്ല. ദൈവത്തിലേക്ക് നോക്കിയാണ്. ഹല്ലേലൂയ. Thank you, Father. മരുഭൂമിയിൽ അർത്ഥപ്രാണനായി ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോ സ്നേഹക്കൊടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു.
ആശംസിക്കുന്നു. ജീവിതത്തിലെ വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും ദൈവത്തോട് ഇരു കരങ്ങൾ നെഞ്ചത്തോട് ചേർത്ത്, ഇരു കരങ്ങൾ നെഞ്ചത്തോട് ചേർത്ത് ശബ്ദമായി ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിക്കും. ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ചു സമർപ്പണത്തോട് കർത്താവിന്റെ സന്നിധിയിൽ
അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയം ദൈവത്തിൽ ഒരുമിച്ച് ആയിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കുന്ന ദൈവമക്കളെ തുടർന്നുള്ള സമയം നാം ദൈവത്തിന്റെ വചനം കേൾക്കുവാനായി ദൈവത്തിലായിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കും. സദീകം നമ്മുടെ ശ്രമം സ്വീകരിച്ച്
നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസനായ സ്തോത്രം നമ്മളെ ആമേൻ ഹല്ലേലൂയ നമുക്കറിയാം. പ്രിയ കർത്താവ് ദാസന്റെ വ്യക്തിത്വത്തെ നമുക്കറിയാം. ആമേൻ സ്തോത്രം. അനേക ഗാനങ്ങളിലൂടെ നമുക്ക് വളരെ പരിചിതനാണ്. ആമേൻ ഹല്ലേലൂയ. മുട്ടത്ത് ദൈവദാസൻ ആമേൻ കർത്താവിന് വേണ്ടി ശക്തമായി ആമേൻ കഴിഞ്ഞ നാളുകളിൽ കർത്താവിന് വേണ്ടി ശക്തമായി നിന്ന് കർത്താവിന്റെ സഭയിൽ ശ്രമിക്കുന്നു. ആമേൻ ഒന്നും പാട്ടുകളിലൂടെ ആ കർത്താവിന്റെ ദാസനെ പ്രിയ അപ്പച്ചനെ ഓർക്കാൻ നമുക്ക് തരുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. സ്തോത്രം. ശക്തമായി കർത്താവിന് വേണ്ടി നിന്ന ദൈവത്തിന്റെ അഭിഷിക്ത ദാസനായി ഉണ്ടോ. ആമേൻ സ്തോത്രം. തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവത്താലും അനുഗ്രഹിക്കട്ടെ. അന്നേരം കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വരുവാൻ അങ്ങ് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. വളരെ സന്തോഷത്തോടാണ് ഞാൻ ദിവസത്തിലായിരിക്കുന്നത്. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ ദൈവത്തിൽ സംസാരിക്കും. അതെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. കർത്താവിന്റെ ദാസനെ നമുക്ക് സന്തോഷത്തോടെ ദൈവവചന ശുശ്രൂഷ ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും എൻ പ്രാണനാഥൻ പോയ കായ പാദമാവി എൻ പ്രാണനാഥൻ പോയ കായ പാദമാവി യേശു എൻ പക്ഷമായി തീർന്നീരായി എന്തോരാനന്ദമി ഭൂവിൽ വാസം യേശു എൻ പക്ഷമായി തീർന്നീരായി എന്തോരാനന്ദമി ഭൂവിൽ വാസം എത്ര മോദം പാതലത്തിൽ ജീവിക്കുന്ന എത്ര മോദം പാതലത്തിൽ ജീവിക്കും. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപടത്തിലേക്ക് കടന്നു വരുന്നു. ഇന്ന് കർത്താവേ, ഞങ്ങൾക്ക് അവരുടെ സന്നിധി സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയുവാൻ, കർത്താവെ അങ്ങേ തൊടുവാൻ, അങ്ങയുടെ സ്പർശനം ഏൽക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈ ദേശത്തെ ദൈവപ്രവൃത്തിയെ തടയുന്ന ദുഷ്ടപിശാചിന്റെ സകല ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിന് മുന്നിൽ മുട്ടുമടക്കുവാൻ ഏൽപ്പിക്കുന്നു. കർത്താവെ, റിബല്യൻ സ്പിരിറ്റ് ഇറങ്ങിപ്പോകട്ടെ. കഠിന ഹൃദയങ്ങൾ അഴിഞ്ഞുമാറട്ടെ. ദുഷ്ടപിശാചിന്റെ ആധിപത്യങ്ങൾ മാറിപ്പോകട്ടെ. ജനത്തിന്റെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. വചനം ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. ദൈവസ്ഥാനത്തെ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗങ്ങൾ വിട്ടുമാറുവാൻ, പാപഭാരങ്ങൾ മാറിപ്പോകുവാൻ, ഐശ്വര്യങ്ങൾ അഴിഞ്ഞു പോകുവാൻ, സ്പിരിറ്റുകൾ അഴിഞ്ഞു പോകുവാൻ അവിടെയാക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ സൈന്യങ്ങളുടെ പാളയം ഇറങ്ങിയിരിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ ബലമുള്ള കരുത്തിലേക്ക് ഞങ്ങൾ ജനത്തെ എത്തിക്കുന്നു. അടിയുടെ നാവ് മൂർച്ചയുള്ള വാളായി ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. ചിലതിനെ ചെത്തിപിടിപ്പാക്കുവാൻ, ചിലതിനെ ഓപ്പറേഷൻ നടത്തുവാൻ, അവിടുത്തെ വചനം വ്യാപരിക്കുന്നതിനായി സ്തോത്രം. അങ്ങനെ വചനം ശുദ്ധീകരിക്കുന്നതല്ലോ, അതിന്റെ പകൽക്കാലം ശുദ്ധീകരണത്തിന് വ്യാപരിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഏകാഗ്രതയോടെ നിൽക്കാം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട സജി പാസ്റ്റർ കുടുംബം, ഇവിടെ ആയിരിക്കുന്ന പ്രിയ അനിൽപ്രദ ദേവദാസന്മാരെ എല്ലാവരും, പ്രത്യേകിച്ച് ബാബുവിഷ്ണൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വെച്ച് എല്ലാ ദൈവങ്ങൾക്കും നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരങ്ങളാണ് സ്തുതിക്കുന്നു. പ്രിയ സേജാൻ പറഞ്ഞ പോലെ നാട്ടിൽ വെച്ച് കണ്ട് സന്തോഷിക്കുവാനും
ഞാൻ ആ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചാൽ ഈ ദേശത്ത് ഇങ്ങനെ വരുമെന്നൊന്നും അതെല്ലാം ദൈവത്തിന്റെ പ്ലാനാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. ഒന്നും നമ്മുടെ ഇഷ്ടമല്ല, എല്ലാം ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ സമയം വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പെട്ടെന്ന് എന്നെ ഏൽപ്പിച്ച ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കണം. അപ്പോൾ കുറച്ച് പ്രത്യേക വാക്കുകൾ ഞാൻ പരിചയപ്പെടുത്തിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേര് പാസ്റ്റർ സാൻ ചെന്നിത്തല എന്ന് പറയുന്നത്. ഞാൻ അവിടെ ജനിച്ചു എന്നുള്ള പക്ഷെ താമസിക്കുന്ന തിരുവല്ല ആയിരത്താറത്താണ്. എന്റെ വലിയപ്പച്ചനെ കുറിച്ച് പരിഗണദാസൻ പറഞ്ഞു. പാസ്റ്റർ മുട്ടങ്കി വർഗീസ് 140 പരം നമ്മൾ പാടുന്ന ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ദാസനാണ്. പലർക്കും അറിയത്തില്ല അപ്പച്ചന്റെ പാട്ട് ഏതൊക്കെ. അപ്പച്ചൻ പേര് വെക്കാറില്ലായിരുന്നു, പാട്ടിനടിയില് പേര് വെക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആൾക്കാർ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് എന്താണെന്ന് സ്തോത്രഗീതം പാടുക നിയമനമേ അടലേറും ജീവിതം അല്ലെങ്കിൽ നല്ല പോരാട്ടം പോരണം. അതുപോലെ പ്രത്യാശയോടെ ഇത് അപത്തരം കൊണ്ടിരുന്ന അല്പകാലം മാത്രം വീണ്ടെടുക്കപ്പെട്ട കുടുംബമേ സ്നേഹമിത് ആശ്ചര്യമേ കൃപയെ എന്നുള്ള ഗാനം. പിന്നെ അത് ഒത്തിരി ഗാനം 139 പരം ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അനുഭവത്തിന്റെ ഗാനങ്ങളാണ്. എല്ലാ പാട്ടിനും ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് ആ അനുഭവത്തിന്റെ ഗാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കഷ്ടത വളരെ അനുഭവിക്കേണ്ടി വന്നു. ഈ കഷ്ടതയിലൊക്കെ കർത്താവ് അനുഗ്രഹിക്കേണ്ട ഗാനങ്ങൾ പുറത്തുകൊണ്ട് പറയാം. ആ വലിയപ്പച്ചന്റെ കൊച്ചുമോനായിട്ട് ജനിക്കാൻ കർത്താവ് എനിക്ക് നൽകിയ ഭാഗ്യാവസ്ഥയ്ക്ക് സ്തുതിക്കുന്നു. എന്റെ പപ്പ IPCയിലെ പാസ്റ്ററാണ്. അദ്ദേഹം 58 വർഷക്കാലം IPCയില് കർത്താവ് വേല ചെയ്ത് ഇപ്പോൾ വിശ്രമ ജീവിതം കുടുംബത്തിൽ ചെയ്യുന്നു. അതുപോലെ എനിക്ക് ഭാര്യ, എന്റെ ഭാര്യയുടെ പേര് റീന. കുഞ്ഞുങ്ങൾ 3 പേരാണ്. മോൻ ഫെയ്ത്ത് സാമുവൽ, രണ്ടാമത്തത് ഡിറ്റ്സ, ട്രേസി, മൂന്നാമത് ഡിറ്റ്സ. 2 പെൺകുഞ്ഞുങ്ങളും 3 മോനാണ്. അവരെല്ലാം മുന്നോട്ടുള്ള ഡിഗ്രി കോഴ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർക്കുമ്പോൾ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ എന്റെ ടെസ്റ്റ് മണി ഒരു 10 മിനിറ്റ് പറഞ്ഞിട്ട് വചനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കും. വിശ്വാസം എന്ന് വർദ്ധിക്കാനാണ്. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു, ദൈവദാസന്മാരുടെ മകനായി ജനിച്ചു വളർത്തപ്പെട്ടതുകൊണ്ട് ദൈവത്തിന്റെ വചനം എടുത്തിറങ്ങിയ ആളല്ല ഞാൻ. ഇതെല്ലാം കണ്ടും കേട്ടും ജീവിതത്തിൽ പല ചോദ്യങ്ങളുമായി വളർന്നു വന്നു, പല കൺഫ്യൂഷനുമായിട്ട് വളർന്നു വന്നു. അങ്ങനെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ആ ചോദ്യം ഒരു വലിയ കൺഫ്യൂഷനായി മാറി. ഞാൻ 95-ലാണ് അബുദാബിയിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം 2000-ന് ശേഷം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അത് കഴിഞ്ഞ് റീനായും ഞങ്ങൾ ഒരുമിച്ച് ആ ദേശത്തായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ബിസിനസ്സിലേക്ക് സ്റ്റെപ്പ് വെക്കുന്നത്. ഒരു ഷിപ്പിംഗ് ആൻഡ് കാർഗോ കമ്പനി ദുബായ് പട്ടണത്തിൽ ഞങ്ങൾ ആരംഭിച്ചു. ഏകദേശം 16 വർഷത്തോളം ആ സ്ഥാപനം ഞങ്ങൾ ആ ദേശത്ത് നടത്തി. ഇതെല്ലാം നടത്തുമ്പോൾ തന്നെ പുറകിലുള്ള ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് പിതാക്കന്മാരുടെ ദൈവം യഥാർത്ഥമായ ദൈവമല്ലെന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിതാക്കന്മാരെല്ലാം പോഷത്വം കാണിച്ചതും ഇതൊന്നുമല്ല യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതവും ഒക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ രീതിയിലാണ് ഈ കമ്പനിയൊക്കെ തുടങ്ങിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള സമ്പത്തുകൾ കർത്താവിനോട് കൊടുക്കുന്നവരാണ്. അന്നത്തെ കാലത്ത് ഒരു വ്യക്തി വന്നിട്ട് അയ്യോ അച്ഛാ പാസ്റ്ററെ വീടെല്ലാം ചോർന്നൊലിക്കുന്നു, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇന്നാളെ പറയാൻ പ്രാർത്ഥിക്കാന്ന് പറയില്ലേ? അന്നങ്ങനല്ല. അവർ കയ്യിലുള്ളത് കൊടുത്ത് അവരെ സഹായിക്കുമായിരുന്നു. അങ്ങനെ കൊടുത്തു അവസാനം മക്കൾക്കൊന്നും കൊടുക്കാൻ വയ്യാതായി പോയി. അതേപോലത്തെ കാര്യങ്ങളൊക്കെ എല്ലാ സ്വത്തുക്കളും കർത്താവിന് വേണ്ടി കൊടുത്താണ് ഞങ്ങളുടെ വെല്ലിപ്പച്ച കർത്താവിന് വിലക്ക് ഇറങ്ങിയത്. പപ്പായാണെങ്കിലും GPMലാണ് ഇറങ്ങിയത്. പപ്പായും അതേപോലെ തന്നെ സ്വത്ത് കർത്താവിന് വേണ്ടി കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ കർത്താവിന് വേണ്ടി മുഴുവൻ കൊടുത്തപ്പോൾ എന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടായി. ഇതാണോ കർത്താവ്, ഇതാണോ ക്രിസ്ത്യ ജീവിതം എന്നുള്ള ചിന്ത മനസ്സിലുണ്ടായി. ഇവർ നഷ്ടപ്പെടുത്തിയെല്ലാം തിരിച്ചു പിടിക്കുന്നുള്ള ചിന്ത ഉണ്ടായാണ് ഒരു ബിസിനസ്സുകാരനായി മാറ്റപ്പെട്ടത്. അപ്പോൾ എന്റെ അപ്പനോടും എന്റെ വെല്ലിപ്പച്ചനോടൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊന്നുമല്ല ശരിയായ കാര്യം. കാശ് വേണം ജീവിക്കണമെങ്കിൽ, കാശുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും, കാശ് വേണം. അങ്ങനെയാണ് ഒരു ഷിപ്പിംഗ് ആൻഡ് കാർഗോ കമ്പനി അവിടെ സ്റ്റാർട്ട് ചെയ്തു. ദൈവമക്കളെ, ദൈവവുമായിട്ട് ബന്ധമില്ലെങ്കിലും കമ്പനി വളർന്നു. ഒരു കാര്യം ഓർത്തോണം, ഇതൊന്നും ദൈവമായിട്ട് ബന്ധത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല. ഈ ലോകത്തിലെ മാമോൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഇത് രണ്ടുകൂടെ കോടാൻ വലിയ പാടാ കേട്ടോ. അവളെ ഞാനിത് ചെയ്തപ്പോൾ ഇതൊന്ന് വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ പപ്പായോട് ഞാൻ പറഞ്ഞു, കണ്ടോ ദൈവത്തെ സേവിക്കാതെ നടന്നിട്ട് ദൈവത്തിന് ഇഷ്ടമല്ലാതെ എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ബിസിനസ് വളരുന്നുണ്ടല്ലോ, എന്നെ തല്ലിക്കൊല്ലുന്നില്ലല്ലോ, എന്നെ കാലടിക്കുന്നില്ലല്ലോ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പനെ വെല്ലുവിളിച്ചൊരു കാലഘട്ടമുണ്ട്. അപ്പനും അമ്മയുടെ കണ്ണുനീരാണ് കേട്ടോ ഈ ജീവനോട് നിൽക്കുന്നത് കേട്ടോ. എന്നെ വിളിച്ചപ്പോൾ ദൈവത്തെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാം. അങ്ങനെ ഒരു മനുഷ്യനല്ല, അങ്ങനെ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ചിന്താഗതിയാണ് ഇപ്പോൾ നശിപ്പിക്കും, ഇപ്പോൾ ഇല്ലാതാക്കും. ഒരിക്കലും
കേട്ടോ, ദീർഘക്ഷമയുള്ളവൻ, ദീർഘക്ഷമ. ആ ദീർഘം ഭയങ്കരമാണ് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഭൂമിയിൽ ജീവനോട് ഇവിടെ ആയിരിക്കുന്നത്. നമ്മൾ പറയുന്നതല്ല ദൈവം കേട്ടിരുന്നെങ്കിൽ എന്തുവായിരുന്നു? സ്തോത്രം. ഇങ്ങനൊന്നുമില്ല. സ്നേഹമാണ് ദൈവം. നമ്മൾ പാപം ചെയ്ത് ദൈവത്തോട് അകന്നു പോകുന്നതോറും ആ ദൈവം നമ്മളെ ഫോളോ ചെയ്യുക. എങ്ങനെങ്കിലും അവനെ എനിക്ക് തിരിച്ചു പിടിക്കണം, എന്റെ കൈ അവനെ ഉപയോഗിക്കണം. അതിനു വേണ്ടി മരണം മുന്നിൽ വന്നപ്പോഴൊക്കെ ദൈവം തട്ടി മാറ്റി. എന്തിനെന്നറിയാമോ? നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ, ആയിരക്കണക്കിന് ആൾക്കാരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്റെ വലിയൊരു സാക്ഷ്യം ഞാൻ ഓടിച്ചു പറയുക, അധികം സമയം എടുക്കാനില്ലല്ലോ. അങ്ങനെ സ്തോത്രം, പിതാക്കന്മാരുടെ ദൈവത്തെ തള്ളിക്കളഞ്ഞു. 12 വർഷം അങ്ങനെ ഓടി ദൈവത്തിന്റെ പിടി വീണു. ഓടി ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ പോവാ. എന്റെ ടെസ്റ്റ് മണി നിങ്ങൾക്ക് യൂട്യൂബിൽ കേൾക്കാം. സാം ജേക്കബ് മലയാളം ക്രിസ്ത്യൻ ടെസ്റ്റ് മണി അടിച്ചു കഴിഞ്ഞാൽ വിഷയത്തിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ എന്റെ ടെസ്റ്റ് മണി കിടപ്പുണ്ട്. നിങ്ങൾക്ക് സമയം പോലെ കേൾക്കാൻ പറ്റും. അതുകൊണ്ട് ക്യാപ്സൂൾ രൂപത്തിൽ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു ഓടിപ്പോവുകയാണ്. ദൈവമക്കളെ സ്തോത്രം. അങ്ങനെ ദൈവത്തെ നകന്നുപോയി എന്നെ ദൈവം കടിഞ്ഞാണിട്ട് പിടിച്ചു, കൊളുത്തിട്ട് പിടിച്ചു. എന്റെ കമ്പനിയെ ദൈവം അടിച്ച് തകർത്ത് ലക്ഷക്കണക്കിന് ഡ്രംസിന്റെ കടബാധ്യതകളെ കടക്കാനായി മാറ്റിപ്പെട്ടു. ആർക്കും തകർക്കാൻ വയ്യാത്ത രീതിയിൽ അഡ്വർടൈസിംഗ് കൊടുത്ത് സ്ട്രോങ് ബേസ്മെന്റിൽ പണിതു പൊക്കിക്കൊണ്ടുവന്ന സ്ഥാപനത്തെ ദൈവം അടിച്ച് തകർത്തിട്ട് അവിടുത്തെ ജയിലിൽ അടച്ചു. സ്തോത്രം. ആ ജയിലിനകത്തോട്ട് കയറിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ആരെങ്കിലും ഒക്കെ രക്ഷിക്കാൻ വരും, ആരെങ്കിലും ഒക്കെ എന്നെ കൊണ്ടുപോകും, പുറത്തു കൊണ്ടുവരും. ദൈവമക്കളെ ആരും കാണത്തില്ല കേട്ടോ, ഒരു മനുഷ്യനും കാണത്തില്ല. ആ ഇരുണ്ട ജയിലറയ്ക്കകത്ത് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. ഞാൻ തള്ളിക്കളഞ്ഞ എന്റെ ദൈവം, ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ എന്റെ ദൈവം ആ മുറിക്കകത്ത് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ കണക്കായി പോയി, ഇവിടെ കിടക്ക് എന്നല്ല പറഞ്ഞത്. മകനേ, ഞാൻ നിന്നോട് കൂടെ. ഈ ലോകത്തിൽ ആർക്കെങ്കിലും ഇത് സ്നേഹിക്കാൻ പറ്റും? മോളെ കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറത്തില്ലെന്ന് പറയാതെ കൊടുക്കുന്നതാണ്. എന്നെ കണ്ട് കൈ തരാതെ പോയി, ഇനി അവന് ഞാൻ കൈ കൊടുക്കത്തില്ലെന്ന് പറയുന്ന ലോകമാണ്. നമ്മളെ കർത്താവിന് സ്നേഹം കണ്ടോ? ദൈവത്തെ തള്ളിക്കളഞ്ഞു ഓടിയിട്ടും ആ ദൈവം ആ ജയിലിൽ അറയ്ക്കകത്ത് പറഞ്ഞു, മകനെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അതിക്കുള്ള എന്ത് വേണം? അന്ന് തീരുമാനമെടുത്തു, ഈ ദൈവം എന്റെ ദൈവം, എന്റെ പിതാക്കന്മാരുടെ ദൈവം, എന്റെ ദൈവം. അങ്ങനെ തീരുമാനം അറിയാമോ? കർത്താവ് എന്നെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നാൽ ഈ വചനമെടുത്ത് ഞാൻ ഒരു മുറിക്കകത്ത് പ്രസംഗിക്കുന്നല്ല, ഒരു കൺവെൻഷനകത്ത് പ്രസംഗിക്കുന്നല്ല, ഫെരിക്കോണുകളിൽ നിന്ന് എന്റെ യേശുവിനെ ഞാൻ വിളിച്ചു പ്രസംഗിക്കും. തകർന്നു പോയി കിടക്കുന്ന നിരാശയിൽ കിടക്കുന്ന ആൾക്കാര് പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ യേശുവിനെ പബ്ലിക്കിൽ പ്രസംഗിക്കും. നിങ്ങൾക്കറിയാമോ, അത്ഭുതങ്ങൾ സംഭവിച്ചു. ഞാൻ ഒരിക്കൽ പോലും കാണാത്ത ഒരാളൊക്കെ അമേരിക്കയിൽ നിന്ന് വന്നിട്ടാണ് എന്നെ പുറത്തു കൊണ്ടുവരുന്നത്. ആ കടബാധ്യതകളെല്ലാം മാറ്റി, എല്ലാ ബ്ലാക്ക് ലിസ്റ്റുകളും മാറ്റി, ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി പുറത്ത് മനുഷ്യൻ കൊണ്ടുവന്നു. സ്തോത്രം. 2014 ആ കമ്പനി ഞങ്ങൾ ഹാൻഡിൽ ചെയ്തു. 2015 രണ്ടാമതൊരു കമ്പനി ഉണ്ടായിരുന്നു. 2015 അത് ഹാൻഡ് ഓവർ ചെയ്തു. 2015 കർത്താവിനോട് പറഞ്ഞു, മകനെ, എന്റെ സ്വപ്നം വേറെയാണ്, ആ സ്വപ്നത്തിലേക്ക് നീ എത്തണം. അതാണ് എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള ആഗ്രഹം. അതിവിടെ നിന്നാ പറ്റത്തില്ല. ഈ ദേശത്തോട് ബൈ പറയണം, ദുബൈ പട്ടണത്തോട് ബൈ പറയണം. ദൈവമക്കളെ, അതിന് ഇച്ചിരി മടിയുണ്ടായിരുന്നു. ഞാനും എന്റെ കുടുംബവും ദുബൈ പട്ടണത്തിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചു, ചെയ്യാൻ തുടങ്ങി. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇതല്ല എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള സ്വപ്നം. നമ്മളെ കുറിച്ച് കർത്താവിന് വലിയ സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്താതെ ദൈവം സന്തോഷിക്കുന്നില്ല, ദൈവം ഹാപ്പി ആകുന്നില്ല. നമ്മൾ ഹാപ്പി ആയിരിക്കും, സെൻട്രൽ പാസ്റ്റ് ഹാപ്പി ആയിരിക്കും, പക്ഷെ നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്താതെ ദൈവം ഹാപ്പി ആകത്തില്ല. സുവിശേഷത്തിലേക്ക് ഇറങ്ങിയിട്ട് ആരെങ്കിലും കിടന്ന് കറങ്ങുന്നുണ്ട്, ഓർത്തോണം, വഴി ശരിയല്ല. സുവിശേഷത്തിലേക്ക് ഇറങ്ങിയിട്ട് എങ്ങനെ വഴി ശരിയല്ല? ഞാൻ ഗൾഫിൽ സുവിശേഷം അറിയാൻ തുടങ്ങി, പോയി മുക്കോമനോടെ പ്രവർത്തിക്കാൻ തുടങ്ങി, വിശാഖപട്ടണത്ത് പോയി അവിടെ തെലുങ്കുമാരുടെ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. സുവിശേഷകരല്ലേ അതല്ല. അന്ന് അവൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞു വിടുവാണോ? അല്ല, എന്റെ അപ്പൻ എന്നെ കുറിച്ച് സ്വപ്നമുണ്ട്. ഞാനും എന്റെ കുടുംബവും എന്ത് ചെയ്യണം, അതിലേക്ക് എത്തണം. കർത്താവ് പറഞ്ഞു, ഇതല്ല എന്റെ സ്വപ്നം, ഇവിടെ നിന്ന് പാക്കപ്പെടണം. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ മടി കാണിച്ചു. കർത്താവിന്റെ വാക്ക് അനുസരിച്ചില്ല. അതിന് വില കൊടുക്കേണ്ടത് ഭീമമായ വിലയായിരുന്നു. ഞാൻ നടന്നു പോകുന്ന സമയം പെട്ടെന്ന് ഗിയർ ബാലൻസ് നഷ്ടപ്പെട്ടു. ഞാൻ വഴി വീഴുന്നു. എന്റെ കാല് രണ്ടായിട്ട് ഒടിഞ്ഞു പോകുന്നു. ഉടനെ തന്നെ അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി 2 സൈഡിലും ടൈറ്റാനിയം പ്ലേറ്റ്, 28 സ്ക്രൂ കാലിൽ, 14 സ്ക്രൂ പുറത്ത്, 14 സ്ക്രൂ.
28 സ്ക്രൂ ഇട്ട് ടൈറ്റാനിയം പ്ലേറ്റ് ഇട്ട് കാല് ഫിറ്റ് ചെയ്തു. ഇതിനറിയാമോ, ജീവിതകാലം മുഴുവൻ ആ പ്ലേറ്റ് കാലിലുണ്ട്. എന്റെ മുട്ട് ചലിക്കുന്ന ഇഞ്ചസിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈറ്റാനിയം പ്ലേറ്റ് ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നല്ല രീതിയിൽ ഫിക്സ് ചെയ്തു. ഡോക്ടേഴ്സ് പറഞ്ഞു, സാം 2.5 മാസം ആവുമ്പോൾ നടക്കുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു, അതിനകത്ത് നടക്കത്തില്ല. ഡോക്ടർമാരല്ല നിന്നെ നടത്തുന്നത്, എന്റെ വചനമെടുത്ത് നിന്റെ ജന്മസ്ഥലത്തെത്തണം. ഞാൻ അവിടെ വെച്ച് നിന്നെ എഴുതിപ്പിച്ചതാണ്. ദൈവം തൊട്ടിട്ടിരിക്കുക, ഒരു മനുഷ്യൻ നടത്താൻ പറ്റത്തില്ല. ഡോക്ടർമാർ കഴിവതും പരിശ്രമിച്ചു നോക്കി. എന്റെ കാലിന് സ്പർശന ശക്തിയില്ല, എന്റെ കാൽ നിലത്ത് കുത്താൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മാറി. ഒരു വീൽ ചെയറിൽ എന്നെ ഇരുത്തി. അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യം. എന്റെ കാൽ 1 കിലോ വെയിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. കൊടുത്താൽ സ്ക്രൂ പൊട്ടിപ്പോകും. എന്റെ ഭാര്യ വീൽ ചെയർ തള്ളിക്കൊണ്ട് വേണം നടക്കാൻ. കട്ടിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേക കാൽ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ട് വേണം എന്റെ കാൽ മൂവ് ചെയ്യാൻ. അതേപോലെ കഠിന വേദനയാണ്. വൈഫ് ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്നെ കുളിപ്പിക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് മതിയപ്പ, എനിക്ക് ഇങ്ങനെ ജീവിക്കണ്ടപ്പ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും. പക്ഷെ അതിവിടെ വെച്ചല്ല, എന്റെ വചനമെടുത്ത് എന്റെ ജന്മസ്ഥലത്ത്. പിന്നെ വലിച്ചില്ല, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. വൈഫ് ജോലി രാജിവെച്ചു, കുഞ്ഞുങ്ങൾ TC മേടിച്ചു. 2016 ഏപ്രിൽ മാസം 26-ാം തീയതി ദുബായ് പട്ടണത്തോട് പോയി പറഞ്ഞു, ഞങ്ങൾ വീൽ ചെയറിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഫ്ലൈറ്റിന്റെ മുന്നിലൊക്കെ ഇത് വെച്ച് ലിഫ്റ്റ് വെച്ച് കയറ്റി അവിടെ തിരുവനന്തപുരത്ത് അതേപോലെ ഇറക്കി. അങ്ങനെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എന്റെ കാല് 2 കാലിന്റെ വലിപ്പമുണ്ട്, നീരൊക്കെ വെച്ചിട്ട്. കാലിന് സ്പർശന ശക്തിയില്ല, കാല് കുത്താൻ കഴിയില്ല. എന്നോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും. അത് ഈ മുറിക്കകത്ത് വെച്ചല്ല. ദൈവമക്കളെ, ഞങ്ങൾ ചർച്ച IPC പ്രസ് സെന്ററിലുമല്ല. നിങ്ങൾക്കറിയാതിരിക്കും, പക്ഷെ രാജു പൂവക്കാരെ ചർച്ചിലാണ് ഞാൻ ആരാധിക്കുന്നത്. അസോസിയേറ്റ് പാസ്സാണ്. അങ്ങനെ ആ ചർച്ചിൽ വന്നൊരു ചെയറെ കൊണ്ട് എന്നെ ഇരുത്തി. ആ ചെയർ ഞാൻ ഇരിക്കുന്ന സമയം എന്നോട് പാസ്റ്റർ എന്ന് പറഞ്ഞ സമയം അല്പസമയം വചനം സംസാരിക്കണം. എങ്ങനെയാ? ഞാൻ പറഞ്ഞു, എന്നെ എടുത്തു കയറ്റേണ്ടി വരും, എനിക്കല്ലാതെ സ്റ്റേജിൽ കയറാൻ കഴിയില്ല. ദൈവമക്കളെ, അവരെന്നെ ഹെൽപ്പ് ചെയ്ത് സ്റ്റേജിൽ കൊണ്ടുവന്നു. ഞാൻ ഏകദേശം 3/4 മണിക്കൂർ വചനം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ദാസന സമയം കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവെ, സാധനം എഴുന്നേൽപ്പിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആസ്വാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഹല്ലേലൂയ, എന്നെ 2 ദൈവദാസന്മാർ ഹെൽപ്പ് ചെയ്ത് ആ ക്രച്ചസ് ഉപയോഗിച്ചുകൊണ്ട് ഇരുത്താൻ പോവുകയാണ്. പ്രസംഗം കഴിഞ്ഞ് ഇരുത്താൻ പോവുകയാണ്. അദ്ദേഹം അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാസ്റ്റർ. അദ്ദേഹം ആസ്വാദം പറയാൻ പോവുകയാണ്. എന്നെ കൊണ്ട് ഇരുത്താൻ വേണ്ടി അങ്ങോട്ട് പിടിച്ചോണ്ട് പോകുന്ന സമയം പെട്ടെന്ന് എന്നിലേക്ക് ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിച്ചു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, ക്രച്ചസ് മാറ്റി നടക്കുക. ഇതെന്നോട് പറഞ്ഞ സമയം ഞാൻ പെട്ടെന്ന് ഫീൽ ചെയ്ത് നോക്കി. എന്റെ കാലിന് സൗഖ്യമെല്ലാം വന്നോ? ഇല്ല, വേദന ഭയങ്കരമാണ്. ഒന്നും അറിയത്തില്ല, ഒരു വേദന, ഒരു ഫീലിംഗും ഇല്ല. വേദന ശരിക്കുണ്ട്, സൗഖ്യമായിട്ടില്ല. പിശാച് പറഞ്ഞു, നീ നടക്കരുത്, നടന്നാൽ നിന്റെ കാല് മുറിച്ചു കളയേണ്ടി വരും, നടക്കരുത്. 1 കിലോ വെയിറ്റ് ഒരു കാലെ കൊടുക്കരുതെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് വീണ്ടും പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, നടക്കാൻ. ഞങ്ങളുടെ ചർച്ചിൽ 1000-ഓളം മെമ്പേഴ്സ് അന്നുണ്ട്. 10,300 മെമ്പേഴ്സ് ഉണ്ട്. 1000-ഓളം മെമ്പേഴ്സിന് പോലും എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഇനി എന്റെ കാല് മുറിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല, എന്റെ കാല് മുറിച്ച് കളയട്ടെ എന്ന് ചിന്തിച്ച് ഞാൻ എന്റെ വലത് കാല്, അന്ന് എനിക്ക് 104 കിലോ വെയിറ്റ് ഉണ്ട്. 104 കിലോ വെയിറ്റ് ഈ കാല് ഞാൻ കൊടുക്കുകയും പെട്ടെന്ന് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു ശക്തി എന്റെ കാലിലേക്ക് വ്യാപരിച്ചു. ഞാൻ സൗഖ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. പ്രസംഗിക്കുന്നവരിൽ വ്യാപരിക്കുന്നവരല്ല, പാട്ടുപാടുന്നവർ വ്യാപരിക്കുന്നവരല്ല. ഇത് വിശ്വസിച്ചാൽ ദൈവശക്തി വ്യാപരിക്കുന്നത്. സമൂഹം എന്തോ പറയട്ടെ, ഈ വിശ്വസിച്ചോ അത്ഭുതങ്ങൾ സംഭവിക്കും. ആ ദൈവത്തെ പ്രസംഗിക്കുന്ന, അല്ലാതെ ഫോട്ടോയില് എഴുപതി കത്തിച്ച് വെച്ചിട്ട് കുരിശ് പരത്തി കിടക്കുന്ന പുള്ളിയല്ല നമ്മള്. കല്ലറ ഒഴിഞ്ഞോടെ കിടപ്പുണ്ട്, അതിന്റെ പുറത്തല്ല ഇരിക്കുന്നത്, അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മരണത്തിന് അവനെ കീഴ്പ്പെടുത്തി വെക്കാൻ കഴിയില്ലെങ്കിൽ അവൻ വസിക്കുന്ന നിന്നെ തൊടാൻ ഏത് ശക്തിക്ക് കഴിയും? ഈ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. രാവിലെ 7:30 എന്നെ എടുത്ത കാലൊക്കെ ഇരിക്കുന്നത്. പിശാച് പറഞ്ഞു, നിന്നെ ഞാൻ എന്നും എടുത്തോണ്ട് പോകണം. എന്റെ കർത്താവ് പറഞ്ഞു, നീ നാടൻ അറിയിക്കോ. അന്ന് ഉച്ചക്ക് ഞാൻ നാടൻ അറിയിക്കറിയോ. ഞാൻ പറയാം, ഡോക്ടർമാർ പറഞ്ഞു എഴുതിയിട്ടുണ്ടായിരിക്കാം, സമൂഹം പറഞ്ഞു എഴുതിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ കമ്പനി
Praise the Lord. Hallelujah. പെന്തക്കോസുകാർക്ക് പേര് വന്നൊരു കാര്യമൊന്നുമില്ല. ഈ പെന്തക്കോസിന്റെ ശക്തി അകത്ത് വേണം. അവിടെയാണ് ഈ ആള് മാറുന്നത്. അവിടെയാണ് പൈസ ശക്തി പേടിച്ചോടുന്നത്. ഇന്ന് രാത്രിയിൽ എനിക്കൊരു ദർശനമാണ് എന്റെ ശുശ്രൂഷ കർത്താവിനെ വെളിപ്പെടുത്തി. എന്റെ മനസ്സിലെ ചോദ്യം എന്താ, കർത്താവ് എന്തിനാ കൊണ്ടുവന്നേ? ഞങ്ങളെ എന്തിനാ കേരളത്തിൽ കൊണ്ടുവന്നേ? ഞങ്ങൾ പല സ്ഥലത്ത് മീറ്റിംഗുകൾ ആരംഭിച്ചതല്ലേ? അതെല്ലാം ഞങ്ങളത് ഹാൻഡ് ഓവർ ചെയ്തിട്ട് എന്തിനാ ഞങ്ങളത് കേരളത്തിൽ കൊണ്ടുവന്നു? അന്ന് രാത്രി കർത്താവിന് വലിയൊരു ബോർഡ് കാണിച്ചു. ഞാൻ അന്ന് വരെ കാണാത്തൊരു ബോർഡ്. ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നു, ആത്മഹത്യ അരുതേ, അത് പാപമാണ്, മരണം ജീവിതത്തിന്റെ അവസാനമല്ല, യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. ആ ബോർഡിനെ ദൈവം കാണിച്ചു. ആദ്യമായിട്ട് കാണാം. അന്ന് രാത്രി ഞാൻ മാറിയത് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അന്ന് രാത്രി വെളുപ്പാകാലമായി കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ ഒരു ശുശ്രൂഷ അതാണ്. ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ നിന്നെ അവരിലേക്ക് എത്തിക്കും. അവർ നിന്റെ അടുക്കലേക്ക് ഓടിയെത്തും. നീ അവിടെ തലയെ കൈ വെച്ചിട്ട് അവരിൽ വ്യാപരിക്കുന്ന സൂയിസൈഡ് സ്പിരിറ്റിനെ കാസ്റ്റ് ഔട്ട് ചെയ്യണം. കൗൺസിലിംഗ് മാറത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന കൗൺസിലിംഗ് മാറുമെന്നാണ്? സൂയിസൈഡ് സ്പിരിറ്റ് ഒരു സ്പിരിറ്റ് ആണ്. ദേഷ്യത്തിന്റെ സ്പിരിറ്റ്, കള്ളം പറയുന്ന സ്പിരിറ്റ്, വ്യഭിചാരത്തിന്റെ സ്പിരിറ്റ്. ലൂസിഫർ മാത്രമേ കൺട്രോൾ ചെയ്യുന്നില്ല. ലൂസിഫർ ദൂതന്മാരുണ്ട്, ഓരോ സ്പിരിറ്റ് ആണ്. ഈ സ്പിരിറ്റ് മനുഷ്യർ കയറി കഴിഞ്ഞാൽ അതിനെ കാസ്റ്റ് ഔട്ട് ചെയ്യുക, അത് പുറത്തു പോകത്തില്ല. സ്തോത്രം. ഷൈലിയും രണ്ട് പിള്ളേരും കോട്ടയത്ത് ചിങ്ങവനത്ത് 120 കിലോമീറ്റർ സ്പീഡിൽ വന്ന ട്രെയിനിന് മുന്നിൽ നിൽക്കാൻ പേടിയില്ലേ അവർക്ക്? ഒരു കൊതുക് കടിച്ചാൽ നമ്മൾ തല്ലിക്കൊല്ലും. ഒരു പട്ടി കടിക്കാൻ പറഞ്ഞാൽ ഓടിപ്പോകും. 120 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ട്രെയിനിന് മുന്നിൽ കൊച്ചുങ്ങളെ കണ്ടുപിടിച്ച് നിൽക്കാൻ എങ്ങനെ ധൈര്യം? ചിന്തിക്കുന്നുണ്ടോ? അതാണ് ഈ സ്പിരിറ്റ്. ഇത് കേറി കഴിഞ്ഞാൽ കൈ മുറിക്കാനുള്ള ധൈര്യം ഉണ്ടാവും. ഇത് കേറി കഴിഞ്ഞാൽ കഴുത്തെ കുലുക്കാനുള്ള ധൈര്യം ഉണ്ടാവും. ഇതിനെ കാസ്റ്റ് ഔട്ട് ചെയ്യണം. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രം ഞങ്ങൾ ഇങ്ങനെ കെണി വെച്ചിട്ടുണ്ട്. കെണി വന്ന ആൾക്കാർ കുടുങ്ങിക്കൊണ്ടിരിക്കും. തലേ കൈ വെക്കും, ഈ സ്പിരിറ്റ് കിട്ടുമ്പോൾ പുറത്തു പോകും. പുറത്തെന്ന് അറിയാമോ? 9 വർഷം കൊണ്ട് 10,400 പരം ആൾക്കാരെ പുറത്തു കൊണ്ടുവരുവാൻ എങ്ങനെ പുറത്തു വന്നത്? എന്നെ കാണിച്ച ബോർഡ് ഞാൻ കർത്താവ് എന്തിനാ നീ ബോർഡ് കാണിച്ചു? കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ നിന്റെ കുടുംബത്തെ ഏൽപ്പിക്കാൻ ശുശ്രൂഷ റെഡിയാണോ? റെഡിയാണോ? ഞാൻ പറയുന്ന അനുസരിക്കണം. റെഡിയാണ്. ജനരക്തമുള്ള ആരോട് ചോദിക്കാം? ഇല്ല, ആരോട് ചോദിച്ചില്ല. ഈ കാണിച്ച ബോർഡ് ഇന്നേക്ക് 3 ദിവസം കഴിയുന്നതിന് മുമ്പേ നിന്റെ വീടിനെ വിളിച്ചിരിക്കണം. ആരോട് ചോദിച്ചില്ല? ചോദിച്ചില്ല, പപ്പാട് ചോദിച്ചില്ല. രാവിലെ ഇറങ്ങി ബോർഡിന് ഓർഡർ കൊടുത്തു. ബുധനാഴ്ച 7 മണിക്ക് ബോർഡ് ലോറിയെ കൊണ്ട് മേളിൽ ഫിറ്റ് ചെയ്തു. ഈ സെയിം സെന്റൻസ്. സ്തോത്രം. ദൈവം പറഞ്ഞതനുസരിക്കണം. തെറ്റാണെങ്കിലും ചെയ്തോ നോക്കേണ്ട കാര്യമില്ല. നിന്നെ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ പോകാൻ പറഞ്ഞാൽ പോകണം. എങ്ങനെ കണ്ടാലത് ചെയ്യിക്കാൻ പറ്റുന്നത്? ഞാൻ ആരോടും അഭിപ്രായം ചോദിച്ചില്ല. ബോർഡ് 7 അവര് പോയി. ഞാൻ കുറച്ച് റെഡിയാ. കുടുംബ പ്രാർത്ഥന വീട്ടിൽ നടന്നു. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് എന്റെ വൈഫ് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗേറ്റ് കിടന്ന് അവിടെ കുലുക്കുന്നു. ഗേറ്റ് ഞാൻ കൂട്ടിയാണ്. ഞാൻ ചെല്ലിക്കൂടെ നോക്കി, ആരാ ഗേറ്റ് കിടന്ന് കുലുക്കുന്നത്? ആരാ തുറക്കാവോ? ചെന്നപ്പോൾ സുരേഷും ഒരു ഭാര്യ ഒരു കൊച്ചു. എനിക്കറിയില്ല, ആദ്യമായിട്ട് കാണുമോ? ഇവിടെ 2 കിലോമീറ്റർ ദൂരെയുള്ളതാണ്. കയറി വന്നു പേരൊക്കെ പറഞ്ഞു. അങ്ങനെ സുരേഷിനെ മനസ്സിലായി. എന്താ സുരേഷ് വിഷയം? സാറേ, ഗൾഫിലായിരുന്നു ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നിരിക്കുകയാണ്. കോൺട്രാക്ട് ഫിനിഷായി. അടുത്ത കോൺട്രാക്ട് വിളിക്കാമെന്ന് വിളിച്ചിട്ട് 8-9 മാസമായി വിളിച്ചിട്ടില്ല. അതുകൊണ്ട് പലിശയ്ക്ക് കടമെടുത്ത് വെച്ച വീടാണ്. ജപ്തിയായി കൊണ്ടുപോവാണ് അവരെ. ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. കടം മേടിക്കാൻ സ്ഥലത്തൊക്കെ നോക്കി, ഇന്നും കിട്ടിയില്ല. അവസാനം ഇന്ന് ഞങ്ങൾ കോട്ടയത്ത് പോയി ഒരു വ്യക്തിയോട് കടം നോക്കിയിട്ട് കിട്ടിയില്ല. തിരിച്ചു വന്ന് കല്ലുമൂടി ജംഗ്ഷൻ ഇറങ്ങി അവർ കാര്യം തീരുമാനിച്ചു. ഇനി നമ്മൾ ജീവിക്കണ്ട, നമ്മുടെ വീട് ജപ്തിയോട് നമുക്ക് കാണണ്ട. അങ്ങനെ ഒരു മഞ്ഞ റോൾ കയർ മേടിച്ചോണ്ട് വീട്ടിലോട്ട് പോകുമ്പോൾ അവർ അന്ന് വരെ കാണാത്തൊരു ബോർഡ് കാണുന്നു, ആത്മഹത്യ അരുതേ, അത് പാവമാണ്, ജീവിതത്തിന്റെ അവസാനമല്ല, യേശു ക്രിസ്തു
താങ്കൾ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആ ഗേറ്റ് കിടന്ന് കുടിക്കുക. പരവേശം, ചാവാനുള്ള പരവേശം. ഞാൻ സുരേഷ്, എനിക്ക് നിന്നെ അറിയത്തില്ല, നിനക്ക് എന്നെ അറിയത്തില്ല, പക്ഷെ നമ്മൾ രണ്ടുപേരെ അറിയാവുന്ന സ്വർഗം ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. നമ്മളെ അറിയാവുന്ന മന്ത്രി ഇടപെട്ടെന്നല്ല പറഞ്ഞത്, നമ്മളെ രണ്ടുപേരെ അറിയാവുന്ന സ്വർഗം ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് കാര്യം ഉറപ്പാണ്, എന്തോ വിടുതൽ ഉറപ്പാണ്. അതേ കൈവച്ചപ്പോ രണ്ടുപേരും ഇറങ്ങി. ഏതാ സ്പിരിറ്റ്? സൂയിസൈഡ് സ്പിരിറ്റ്. രണ്ടുപേരും താഴെ വീണു. ഞാൻ എവിടെ പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ പറഞ്ഞു, പോയി ധൈര്യമായിട്ട് വയ്ക്കൂ, സുഖമായി കിടന്നു ഉറങ്ങിക്കൂ, കർത്താവാക്കി കഴിക്കുന്നു. അവർ ദിവസം ക്ഷമയൊക്കെ ചോദിച്ചു. അവരെ കർത്താവ് അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടു. അവർ വീട്ടിൽ പോയി അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങി. 5 മാസം ഉറക്കമില്ലായിരുന്നു. പിറ്റേ ദിവസം 12 മണിയായപ്പോ ഓടി വരിക. ഞാൻ എന്താ സുരേഷ്? യേശു വലിയവനാണ്, യേശു വലിയവനോ. ഞാൻ എന്തു സംഭവിച്ചു? എന്റെ കമ്പനി തിരിച്ചു വിളിച്ചിരിക്കുന്നു. 3 ദിവസങ്ങളിൽ കയറി കാണാം. പുതിയ കോൺട്രാക്ട് കിട്ടി. 3 ദിവസത്തിൽ കയറി കാണാം. ആ മനുഷ്യൻ 3ാമത്തെ ദിവസം തിരിച്ചുപോയി. വീട്ടിൽ സംഭവിച്ചു. 1ാമത്തെ ആളവിടെ കയറി വന്നു. 2ാമത് 2 കിഡ്നി ഫെയിൽ ആയ ഒരു മോളെ കൊണ്ട് കയറി വന്നു. 3ാമത് ഭ്രാന്ത് പിടിച്ച ഒരു മോളെ കൊണ്ട് ഓർത്തഡോക്സ് കൊണ്ട് കയറി വന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് ഈ ബോർഡ് വെച്ച് ഞാൻ വിടുന്നാ മതിയോ? കർത്താവ് കേരളം പുറത്തി പോയിരിക്കണം. അങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ NH ഹൈവേ MC റോഡ് ഞങ്ങൾ ബോർഡ് വെക്കാൻ ആരംഭിച്ചു. വെക്കുന്ന അന്ന് മുതൽ കോള, ചാവാൻ പോകുന്ന കോള അവിടെ എടുക്കുന്ന കോടിയെത്തും. അതുപോലെ കേരളത്തിൽ അവയർനെസ് പ്രോഗ്രാം നടത്തി 2700 മീറ്റിംഗ് നടത്തി കേരളത്തിൽ മാത്രം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും പേരെ ഞങ്ങൾ കെടി വെച്ച് പിടിക്കുക. ഷൈനിയൊക്കെ ക്ലിപ്പായി എങ്ങനെ എനിക്കറിയത്തില്ല. എത്രയോ പേര് പുറത്തുനിന്നറിയാമോ? ദൈവമക്കളെ, ഇതാണ് കർത്താവ് പറയുന്ന അനുസരിച്ചാൽ അത്ഭുതങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ ഇതാണ്. മാത്രമല്ല, തെലങ്കാനയിലും ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്തിലൊക്കെ ഞങ്ങൾ ഡെലിവറൻസ് മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഞങ്ങളെ ഓർക്കുമ്പോൾ ഇന്ന് രാത്രി എങ്ങനെയാണ് നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. കള്ളം പറയുന്നില്ല, ഓർക്കുമ്പോൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വചനത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തി അല്ലെങ്കിൽ 27-ാം അധ്യായം അതിൽ 22-ാമത്തെ വാക്യമാണ്. അതൊക്കെ വായിച്ചത് 22. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിന് അല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എങ്കിലും നിങ്ങൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഈ വാക്യം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഈ പ്രവാചകനായ ഈ ദൈവദാസനോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, സാധാരണ പ്രവാചകൻ വ്യത്യസ്തനാണ്. ഈ പ്രവാചകൻ പ്രവാചകനെ കുറിക്കാൻ കുഴപ്പമില്ല, പുള്ളിയുടെ വ്യത്യാസം എന്താണ്? നമ്മളെ വീട്ടിൽ പ്രവാചകന്മാർ വന്നിട്ടില്ല, ഉണ്ടോ? സഭയിൽ വന്നിട്ടില്ലേ? അപ്പൊ ഞാനെന്തോ പറയുന്നത്, അച്ഛാ അല്ല പേടിക്കണ്ട, കാര്യങ്ങളെല്ലാം കർത്താവ് മാറ്റും, കർഷകരൊക്കെ മാറും. അച്ഛൻ കർഷകരല്ല, ഞാൻ കർഷകരല്ല. പിടികിട്ടിയോ? സാധാരണ പ്രവാചകന്മാരൊക്കെ പ്രവചിക്കുന്നത് അവര് സേഫ് സോണിലാണ് നിന്നിട്ടാണ് മക്കളോട്. അല്ല, ഈ പ്രവാചകനെ പ്രത്യേകം ശ്രദ്ധിച്ചോ? എന്താ അദ്ദേഹം പറയാണ്, നിങ്ങൾ ധൈര്യത്തോടെ ഇരിപ്പി. എവിടെ നിന്നോണ്ടാ പറയുന്നത്? അവരുടെ പ്രശ്നം എന്തുവാ? കപ്പൽ മുങ്ങാൻ പോവാ, കപ്പൽ തകർന്നു, ഇപ്പൊ വെള്ളം കുടിച്ചാവും. ഈ പറയുന്ന പുള്ളി എവിടെ നിൽക്കുന്നത്? അതേ കപ്പൽ. എനിക്ക് അവിടെ ധരിക്കാൻ പറ്റാത്ത വിഷയം എന്താ? കപ്പല് മുങ്ങാൻ പോവാ, കപ്പൽ ഇപ്പൊ മുങ്ങി താഴെ ഉപ്പൊക്കെ കുടിച്ച് അങ്ങനെല്ലാം മരിക്കും. ആ കപ്പൽ ഇതോട് പറയാ ധൈര്യത്തോടെ. ഇതാണ് ദൈവമേ തന്നെ വിശ്വാസം. താങ്കൾക്ക് എന്താ ഉറപ്പ്? താങ്കൾ വേണ്ടി ചാവത്തില്ലേ? അടുത്ത നിമിഷം താങ്കൾ മുങ്ങും. താങ്കൾക്ക് എങ്ങനെ ഉറപ്പ്? അടുത്ത വാക്യം വെച്ചത് അതിനടുത്ത വാക്യം ഉറപ്പ് പറയാം. എന്റെ കൂടെ ഞാൻ സേവിച്ചു വരുന്നവരുമായ ദൈവത്തിന്റെ ദൂതൻ. ഏത് രാത്രി? കപ്പലെ കയറുന്നതിന് മുമ്പ് 3 ദിവസം ഉപവാസം പ്രാർത്ഥന നടത്തി കിട്ടിയ ദൂതല്ല. ഈ രാത്രി എവിടെ? കടലിൽ തകരുന്ന കപ്പലിൽ ദൈവത്തിന്റെ ദൂതൻ
ഹല്ലേലൂയ. തകർന്നു കിടക്കുന്ന, ചാവാൻ പോകുന്ന, നിരാശ കിടക്കുന്ന അനേകരുടെ അടുക്കിലേക്ക് ചെന്നിട്ട് നീ തിരുവല്ല പട്ടണത്തിലാണോ, ഇനി തൃശ്ശൂരാണോ, ഗുരുവായൂരാണോ, തിരുവനന്തപുരത്താണോ, എവിടെ ആയിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ, തെലുങ്കാനയിലായിക്കോട്ടെ, ആന്ധ്രാപ്രദേശിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, തകർന്നിരിക്കുന്നവരുടെ മുന്നിൽ പോയി ധൈര്യമായിരിക്കെ, ഒന്നും സംഭവിക്കത്തില്ല എന്ന് നീ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ദൈവത്തിന്റെ പാദത്തിൽ നീ ദൈവസഭയിൽ മുട്ടുമടക്കുന്ന നിങ്ങളുടെ ദൈവം സംസാരിക്കും. നീ അനേകരെ പുറത്തുകൊണ്ടുവരും. ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനെ പുറത്തുകൊണ്ടുവരും. ഈ മനുഷ്യൻ സ്തോത്രം ആ തകരുന്ന കപ്പലിലും സകലത്തിന്റെ ഉടയവനായ ദൈവത്തോട് കണക്ഷൻ. നമ്മളെ കഠിനമായ ശോധന ദൈവം നിന്നെ കുഴിയിലേക്ക് ഇട്ടിട്ട് മാറി നിൽക്കുന്ന ദൈവമല്ല, അതിന്റെ അകത്ത് നിന്നെ കരങ്ങളിൽ വഹിക്കുന്നു. പറയാ ആർക്കും ഒന്നും സംഭവിക്കത്തില്ല. കപ്പലിന് അകന്നു പോവാ. നിങ്ങൾ നീന്തി എല്ലാവരും അക്കരക്ക് കേട്ടോ, ഒന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാടുകൾ തകർത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഓഫീസിൽ നമ്മൾക്ക് താമസിക്കുന്ന നെയ്ബേഴ്സ്, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, സ്കൂളിൽ പോയ കുഞ്ഞുങ്ങളോട് പറയണം, നിങ്ങളുടെ അടുത്ത് തകർന്നിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരോട് നിങ്ങൾ പറയണം നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല. എന്താ മാമ അങ്ങനെ പറയാൻ കഴിയുക? സംഭവിക്കത്തില്ല. ഇതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി. ആ ഒരു ബന്ധത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മളെ ഞായറാഴ്ച വിശ്വാസികളും വെള്ളിയാഴ്ച വിശ്വാസികളുമാണ്. നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വെള്ളി ഞായറുമാണ്. ഇതല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് 24 hours ദൈവമായിട്ട് കണക്ഷൻ ആയിട്ടുള്ളത്. നിങ്ങളുടെ മൊബൈൽ നെറ്റ് ടവറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് പോലെ ദൈവമായിട്ട് ഓൾവേസ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണം. ഈ അപ്പോസ്തലനായ പൗലോസിനെ കുരുക്കിട്ട് പിടിച്ചതൊക്കെ അറിയാമല്ലോ. എവിടെയാ പിടിച്ചേ? നമുക്ക് അറിയാമല്ലോ. ഡെമസ്കോസിന്റെ പടിവാതിൽ. ഡെമസ്കോസിന്റെ പടിവാതിൽ. സ്തോത്രം. പല സ്ഥലത്ത് അവൻ അധികാരപത്രം കൊണ്ട് പോയി പലരെ കുടിച്ചു, പലരെ ഇല്ലാതാക്കി, പിടിച്ചു കെട്ടി, ഇല്ലേ? പക്ഷേ ഡെമസ്കോസിന്റെ ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. ബോർഡറാണോ പിടിച്ചേ? പതിവാതിക്കൽ ബോർഡർ. എന്താ കാര്യം? നമുക്കറിയാം എന്താ കാര്യം. അവിടെ പ്രാർത്ഥിക്കുന്ന അനന്യാസമുണ്ട്. നിങ്ങൾക്കറിയോ പ്രാർത്ഥനയുടെ പവർ എന്ന് പറഞ്ഞാൽ? ഒരു ദേശത്ത് നീ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഡിസ്ട്രിക്റ്റിന്റെ ബോർഡർ പൈശാശക്തി കടക്കാൻ നീ ആരോട് കൊടുക്കാം? കടക്കാൻ പറ്റുന്നില്ല. അവിടെ അനന്യാസിന്റെ പ്രാർത്ഥന തീ മതിലായി നിന്നതുകൊണ്ട് അവൻ അധികാര പത്രം കണ്ട് ആ ബോർഡർ കടക്കാൻ കഴിഞ്ഞില്ല. എന്താ ഉറപ്പറിയാമോ? ദൈവം ആരെയാ പറഞ്ഞു വിട്ടത്? അനന്യാസിനെ പറഞ്ഞു വിട്ടു. പ്രാർത്ഥിച്ച് നിന്നെ അയക്കുമെന്ന്. പ്രാർത്ഥനയുടെ പൗരനെ പറയാം. നീ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണോ? നീ ഇനി എവിടെ കിടക്കട്ടെ, ദൈവം നിന്നോട് കണക്കണം. നിന്നെ തൊടാൻ ഒരു ശക്തി. സകലത്തിന്റെ ഉടയവനായി അധികം എനിക്ക് വേണ്ടി അറിയുന്നില്ല. ബ്ലാക്ക് ലിസ്റ്റിൽ കിടന്ന് മുഴുവൻ കഷ്ടത്തിൽ നഷ്ടത്തിൽ പോകുന്ന സമയം എല്ലാവരും പരിഹസിച്ചപ്പോൾ ദൈവം അയച്ചിട്ട് ഒരുവൻ വന്നിട്ട് സകല ബാധ ഏറ്റെടുത്ത് ഞങ്ങളെ അപ്പുറത്തോടുന്നു. മറ്റുള്ള മുന്നിൽ ഞങ്ങളെ മാനിച്ചൊരു സംഭവം മറ്റുള്ള വെല്ലുവിളിച്ചപ്പോൾ അവിടെ ഞങ്ങളെ കർത്താവ് മാനിച്ചെങ്കിൽ പറയാ, തകർന്നിരിക്കുന്ന നിങ്ങൾ എന്തോ അങ്ങനെ പോകത്തില്ല. നിങ്ങൾ പുറത്തു വരോ, പുറത്തു വരോ. ഹല്ലേലൂയ. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവമായിട്ടുള്ള റിലേഷൻ. ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് കാര്യസാധ്യത്തിനാകരുത്. ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ മോട്ടിവേഷൻ ഒന്നും നേടാൻ വേണ്ടിയാകരുത്. ദൈവമായിട്ടുള്ള ബന്ധം, അതാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു.
ഞങ്ങൾ 2700 മീറ്റിംഗ് നടത്തി, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോയി പല മീറ്റിംഗ് നടത്തി. ആൾക്കാർ പറയും ഇന്നൊക്കെ പറയും, പേര് കിട്ടും. പക്ഷെ കർത്താവൊന്നുമല്ല നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് ഇവൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ മനസ്സിലായിരുന്നു. ഇതെല്ലാം കൂടെ ഈ 2700 ഓപ്പൺ എയർ മീറ്റിംഗും മറ്റെല്ലാ മീറ്റിംഗും കൂടെ കർത്താവ് ചട്ടിയുടെ കൂടെ വറക്കും. മനസ്സിലായോ? ഇതങ്ങോട്ട് വറക്കുമ്പോൾ അവസാന എസൻസ് കിട്ടും. ഏതറിയാമോ? ദൈവത്തിന്റെ സ്നേഹം. ഇത് കിട്ടിയില്ല ഫെയിലാണ്. മനസ്സിലായി? നമ്മൾ എന്തിനും റെഡിയാ ആണോ? എന്തിനും റെഡിയാ പോവാൻ. പക്ഷെ കവറില്ല, പോത്തില്ല. ഞങ്ങളെ ഈ മീറ്റിംഗ് അങ്ങനെ നടത്തുന്നത് ഞങ്ങൾ ആരുടെയും കാശ് നടത്തില്ല. ഞങ്ങൾക്ക് ദൈവം തരുന്ന നന്മയെന്ന് ആ നന്മയും കൊണ്ട് പോയി ഞങ്ങൾ നടത്തുന്നത്. കാസർഗോഡും വയനാടും ഒക്കെ 5-8 ദിവസം ക്യാമ്പ് ചെയ്ത് ഇവിടെ പോയി തറയിൽ കിടന്ന് ഉറങ്ങി. അവിടെ ഹോട്ടൽ റൂം എടുക്കുന്നവരെ താമസിക്കുന്നത്. തറയിൽ പോയി കിടന്ന് ഉറങ്ങി. ഞങ്ങളുടെ കയ്യിലെ കാശ് മുടക്കി ഞങ്ങളവിടെ മീറ്റിംഗ് നടത്താൻ പോയിട്ട് പോലും ആൾക്കാരില്ല. അവിടെ പൈസ അവർക്ക് മുടക്കില്ല. എന്നിട്ടും പോലും എന്താ കാര്യം അറിയാമോ? ക്രിസ്തുയേശുവിന്റെ സ്നേഹം നമ്മൾ ഞാൻ രക്ഷപ്പെട്ടു. കർത്താവ് എന്റെ അടുത്തിരിക്കുന്ന ഈ പൈതൽ നരകത്തിൽ പോകുമല്ലോ, എന്റെ അപ്പുറത്ത് താമസിക്കുന്ന വ്യക്തി നരകത്തിൽ പോകുമല്ലോ എന്നൊരു ചിന്ത നമ്മളെ ഭരിക്കാൻ തുടങ്ങുന്നുണ്ടല്ലോ. നമ്മൾ അറിയാതെ സുവിശേഷം പറയാൻ തുടങ്ങും, അറിയാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇതാണ് നമ്മൾ ഇനി ആഗ്രഹിക്കുന്നത്. ഈ അപ്പോസ്തലനായ പൗലോസ് ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഹല്ലേലൂയ എന്നും വരട്ടെ. പൗലോസിന്റെ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം അദ്ദേഹത്തിന്റെ വളർച്ച നിങ്ങൾ നോക്കിയാൽ ആദ്യം ഇച്ചിരി ചെറുതൊക്കെ പുകഴാൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് പലയിടത്തും അദ്ദേഹം ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞു. അവസാനം വന്നുവെന്ന് അദ്ദേഹം പറയുന്നു, എന്റെ പ്രാണനെ പോലും ഞാൻ വിലയേറി പുകഴാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നു, എന്റെ പ്രാണം പോയാൽ പോലും എനിക്ക് വിഷയമില്ല. അത് കഴിഞ്ഞ് അവിടുത്തെ പടിയിലേക്ക് എത്തിക്കാൻ പോവുക. എന്തുവാ? മരണത്തെ വെല്ലുവിളിച്ചിട്ട് പറയുക, ഏ മരണമേ നിന്റെ ജയം എവിടെ? ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ദൈവത്തിനെ സംബന്ധിച്ച് അവൻ ഓരോ ദിവസം ചെല്ലുന്നതും പടിപടിയായി വളർന്നിട്ട് മരണത്തെ നോക്കിയിട്ട് പല്ലിടിച്ചിട്ട് ചോദിക്കണം, ഇതൊക്കെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മരണത്തിന് ശേഷമുള്ളത് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. മരണത്തിന് ശേഷമുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു രോഗത്തെ നമ്മൾ പേടിപ്പിക്കാൻ പറ്റില്ല. പിശാച് നമ്മളെ പേടിപ്പിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർമാർ നമ്മളെ പേടിപ്പിക്കാൻ പറ്റുന്നില്ല. ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാര്യസാധ്യത. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അതിന്റെ ആദ്യത്തെ അനന്യാസിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ അനന്യാസിന്റെ അല്ലെങ്കിൽ ആ ഒരു ഗൈഡൻസിൽ മുന്നോട്ട് വന്ന് അദ്ദേഹത്തെ പല രീതിയിൽ പുറത്തു വന്നു. അദ്ദേഹം ഓരോ പ്രാവശ്യം പുറത്തു വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളാം, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ആത്മാവ് നിറഞ്ഞവനായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓരോ ശുശ്രൂഷ മണ്ഡലത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിറവുണ്ട്. ഒരു ദൈവവേദനെ സംബന്ധിച്ച് അവന് ദൈവമായിട്ടുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ഒരു വ്യക്തിയെ നമുക്ക് പറഞ്ഞ് സ്നേഹിപ്പിക്കാൻ പറ്റുന്നില്ല. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കണം, യേശു ക്രിസ്തു മാത്രം രക്ഷിതാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കും. പക്ഷെ അവര് കേട്ടിട്ട് അവരങ്ങ് പോത്തേ ഉള്ളൂ. യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് വഴി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് അവർ യേശുവിനെ കുറിച്ച് കേൾക്കാൻ അടുക്കുന്നത്. ഇതേപോലെ ദൈവദാസന് യേശുവിന്റെ സമയമായപ്പോൾ, ആത്മാവിന്റെ ടൈമിംഗ് ആയപ്പോൾ അവൻ പിടിക്കപ്പെട്ടു. അതിനുശേഷം ആത്മാവ് നിറഞ്ഞവനായി അവൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. പക്ഷെ ശുശ്രൂഷയുടെ വ്യത്യസ്തമായ മണ്ഡലത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിറവുകളുണ്ട്. എപ്പോഴും നമ്മൾ ഓർക്കണം, പരിശുദ്ധാത്മാവ് ഒരു പ്രാവശ്യം നിറയല്ല, അനവധി പ്രാവശ്യം നമ്മൾ വീണ്ടും ഇറങ്ങി വരും. പ്രത്യേകമായ നിയോഗങ്ങൾ നൽകും. ആത്മാവിന്റെ നിയോഗത്താൽ മുന്നോട്ട് ചലിക്കണം. ഇത് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം നമ്മൾ ദൃഢമായി മാറും. പരിശുദ്ധാത്മാവിൽ അല്ലാതെ ദൈവമായിട്ട് യഥാർത്ഥ റിലേഷൻഷിപ്പ് ഉണ്ടാകത്തില്ല. ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ചു പറയാം, പരിശുദ്ധാത്മാവിൽ അല്ലാതെ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാകത്തില്ല. അതിന് ഏറ്റവും വലിയ കുഴപ്പം അറിയാമോ? ഈ അപ്പോസ്തലനായ പത്രോസ്, പൗലോസ് ഇവരെല്ലാം ശ്രദ്ധിച്ചാൽ മതി. പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ യേശുവിനോട് പ്രാർത്ഥിക്കാൻ മേളിൽ കയറിപ്പോയി. യേശു കർത്താവ് പറഞ്ഞു, പരീക്ഷ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കും. അവർ ഉറങ്ങിപ്പോയി. അവർ ക്ഷീണം കൊണ്ട് കിടന്നു. വീണ്ടും കർത്താവ് പറഞ്ഞു, നിങ്ങൾ കിടന്ന് ഉറങ്ങരുത്, പരീക്ഷണം വരുന്നു. അവർ വീണ്ടും ഉറങ്ങി.
അവർക്കെന്താ യേശുവിനെ അറിയത്തില്ലേ, യേശുവിന്റെ വചനങ്ങൾ അവിടെ ഉള്ളില്. പക്ഷെ എന്നിട്ട് എന്താ ഉറങ്ങിപ്പോകുന്നത്? അവർക്ക് ശരീരം ക്ഷീണം, ആത്മാവ് ബലമുള്ളത് ഉറങ്ങിപ്പോയി. ഈ പത്രോസിന്റെ യോഗനാനെ നിങ്ങൾ നോക്കിക്കേ. അപ്പോസ്തലർ പുറത്തേക്ക് വന്നാൽ അവർ പ്രാർത്ഥനയിൽ മടിയില്ലാത്തവരാണ്. അവർ എന്തിനും ഏതും റെഡിയാണ്. അവർ പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ നിർമ്മാണത്തിൽക്കാർ. എപ്പോഴാ പത്രോസ് കയറിയതറിയാമോ? വിശന്ന് വയറകത്തി വീട്ടിലോട്ട് വന്നപ്പോൾ കഴിക്കാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അവർ ഉണ്ടാക്കിക്കോ, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് നേരെ പ്രാർത്ഥനാ സമയത്ത് നേടിക്കയറി. അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രാർത്ഥനയിൽ അന്ന് വരെ കാണാത്ത വെളിപ്പാട് കണ്ടു. ഒരു ദർശനം പറഞ്ഞാൽ ആ വിശപ്പുള്ള സമയത്ത് സമയം വേറിട്ട് മാറിയിരുന്നപ്പോൾ അന്ന് വരെ കാണാത്ത വെളിപ്പാട്. അവന്റെ ശുശ്രൂഷയുടെ ടേണിംഗ് പോയിന്റായിരുന്നു. ഈ പത്രോസോട് ചോദിക്കാം, അച്ഛാ അല്ലെ അച്ചായ, അച്ഛാ എന്താ ഇപ്പൊ പ്രാർത്ഥിക്കാൻ മടിയില്ലാത്ത? പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ, എല്ലാത്തിനും മടിയായിരുന്നല്ലോ, പ്രാർത്ഥിക്കാൻ മടിയായിരുന്നു, അല്ലെങ്കിൽ യേശുവിന്റെ കൂടെ നടന്നത് പറയാൻ പേടിയായിരുന്നു, പലതിനും ഭയമായിരുന്നു, പെട്ടെന്ന് വാണെടുക്കുന്നു, പലതും വീട് പോകുന്നു, പലതും അനുസരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പോഴങ്ങനല്ലോ, പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നു, ശുശ്രൂഷയ്ക്ക് റെഡിയാണ്, ഒരു ധൈര്യം അവന്. എന്താ കാര്യം? പരിശുദ്ധാത്മാവ് കണക്ട്. പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യാതെ ഈ ബന്ധം ഉണ്ടാകത്തില്ല, ഈ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നില്ല, ഈ പ്രാർത്ഥനാ ശൈലി ഉണ്ടാകുന്നില്ല, സ്നേഹം വ്യാപരിക്കുന്നില്ല. ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് വന്നെങ്കിലേ ഉണ്ടാവും. ആത്മാവുമായിട്ട് കണക്ട് ആയെങ്കിൽ മാത്രമേ സ്തോത്രം ഈ ബന്ധം സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഇതിന്റെ പ്രത്യേകത, ഈ ബന്ധം സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളുടെ മുന്നിലുള്ള പ്രതിസന്ധികളൊന്നും ഒരു വിഷയമല്ല. സ്തോത്രം. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് അപ്പൊ കടലിലാണ്. സ്തോത്രം. ഇതിന് മുമ്പ് നമുക്ക് കാണാം ആരാധനത്തിൽ കിടക്കുന്നു. അല്ലല്ലോ, അത് കഴിഞ്ഞിട്ട് നോക്ക്, ഇതിൽ രക്ഷപ്പെട്ട് നേരെ മെലിത്താദ്യമേലേക്ക് കയറിയപ്പോൾ കേറി കയ്യിൽ പാമ്പ് കടിച്ചു. ഏത് പാമ്പാ കടിച്ചതറിയാമോ? പൊളവനല്ലേ? ആണോ? വൈപ്പർ. പാമ്പിന് രണ്ടാമത്തെ പുള്ളി അങ്ങനെ കഴിച്ചത്. ഇതിന്റെ പ്രത്യേകത, നിങ്ങളിപ്പോ സമയമില്ല, നിങ്ങൾ ചാറ്റ് ജിപിടിയിലോ ഗൂഗിളിലോ റിസർച്ച് ചെയ്യണം. പാമ്പിന് രണ്ടാമത്തെ പാമ്പാണ് വൈപ്പർ, ഒന്നാമത്തെ കിങ് കോബ്രയാണ് രാജവമ്പാല. രാജവമ്പാല കടിച്ചു കഴിഞ്ഞാൽ, ഒരു ജീവിയെ കടിച്ചാൽ അത് ചത്തിട്ട് പിടിപിടത്തുള്ളൂ, ശരീരത്തിന്റെ ചൂട് പോയിട്ട് പിടിപിടത്തുള്ളൂ. പക്ഷെ നമ്മളെയൊക്കെ രാജവമ്പാല കടിച്ചാൽ നമ്മൾ പിടിപിടുന്നതല്ല, നമ്മൾ പിടിപിടിക്കുന്നതാണ്. ചത്തിട്ടേ പിടിപിടത്തുള്ളൂ, അതാണ് സിസ്റ്റം. എന്നാൽ അണലി അങ്ങനല്ല. അണലി കൊത്തി എത്രത്തോളം ഹൈ ഡോസ് വിഷം പമ്പ് ചെയ്ത് കയറ്റാൻ പറ്റുമോ അത്രത്തോളം കയറ്റു. അതാണ് അണലിയുടെ സിസ്റ്റം. പക്ഷേ ഈ അപ്പോസ്തലൻ കടലിൽ രക്ഷപ്പെട്ട് നേരെ കയറി ഇപ്പുറത്ത് വന്നപ്പോൾ ചൂട് കഴിക്കാൻ വേണ്ടി കുറച്ച് വിറക് വരയിടുമ്പോൾ പെട്ടെന്ന് അണലി കയറി കയ്യിൽ അണലി കടിച്ചിട്ട് വിടാത്ത എന്താ? അണലി എന്താ കടിച്ചിട്ട് വിടാത്ത? അകത്താത്മാവുള്ളവനെ പാമ്പ് കയറി കടിച്ചപ്പോഴേ പാമ്പിന്റെ സിസ്റ്റം പോയി. വിഷം പമ്പ് ചെയ്ത് കേൾക്കാൻ പറ്റുന്നില്ല. നിന്റെ ദേഹത്ത് ഒരു ശത്രു തുടരുന്നുണ്ടെങ്കിൽ, നിന്റെ വീട്ടിൽ നിന്റെ റോഡ് ബന്ധിക്കണമെങ്കിൽ ഈ ആത്മാവിലുള്ളവരാണോ ഇത് തൊടാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് അകത്തുണ്ടോ? ഇനി എന്തെല്ലാം വരട്ടെ, നിന്നെ കൂടാൻ ഒരു ശക്തിക്ക് പൗലോസ് ദൈവസ്നേഹത്താൽ നിറയപ്പെടാനുള്ള കാര്യം ആത്മാവിന്റെ കണക്ഷനാണ്. നീ മുട്ടില്ലാതെ പ്രാർത്ഥിക്കണോ, അടുത്തു പോകാതെ പ്രാർത്ഥിക്കണോ, പരിശുദ്ധാത്മാവോട് കണക്ട് ചെയ്യപ്പെടണം. മറ്റുള്ളവരെ നീ ആത്മാർത്ഥമായി സ്നേഹിക്കണോ, ഈ പരിശുദ്ധാത്മാവ് ചെയ്യപ്പെടണം. അവസാനത്തെ മെസ്സേജിലേക്ക് വരാം. പൗലോസോട് ചോദിക്കാം, പൗലോസേ നിനക്കെന്താ ഇത്ര പ്രശ്നം? ചെല്ലുന്നിടത്തെല്ലാം ഭയങ്കര പ്രശ്നമാണ്. കാലക്കരകത്തി പ്രശ്നം, അവിടെ ചെന്നപ്പോ അവിടെ പ്രശ്നം, ഈ ഷിപ്പൊക്കെ വരുമ്പോ ഷിപ്പാണ് ഈശാലം കൊണ്ട് അടിച്ച ആകെ. പക്ഷെ എന്താ പ്രശ്നം? എന്ത് പറ്റി? എന്താ പൗലോസേ? കർത്താവ് കൂടില്ലേ? നമ്മുടെ ആൾക്കാരൊക്കെ എന്ന് പറയും, ആ പുള്ളിക്കാരൻ എന്തോ പ്രശ്നമുണ്ട് കിട്ടും, അതുകൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഇല്ലേ? അങ്ങനെ നമ്മുടെ ആൾക്കാർ പറയത്തുള്ളൂ. പിന്നെ അവർ യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നതാണെങ്കിലോ അവരെ പിള്ളേരൊക്കെ അമേരിക്കപ്പെട്ടു. അയ്യോ, നമ്മുടെ ആൾക്കാരെ കണക്കൂട്ടത് കഷ്ടതയുണ്ട് ഓർത്തോണം. എന്തോ പാപം ചെയ്യുന്നിട്ടായി ഉപദേശിക്കുന്നത്. പൗലോസോട് ചോദിക്കും, പൗലോസേ എന്ത് പറ്റി? 23-ാം അധ്യായം 23-11 വായിച്ചു. എപ്പോഴാ വന്നേ? നമ്മളൊക്കെ രാത്രി കർത്താവ് തപ്പുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. എല്ലാവരുടെയും മുഖത്തൊരു നീല വെട്ടമാണ്.
നമുക്ക് കാര്യം മനസ്സിലാവുന്നു. എല്ലാവരുടെ മുഖത്തിലും നീല വെട്ടമാണ് കർത്താവ്. അനന്യാസിനെ കർത്താവ് വിളിച്ചത് കണക്റ്റഡ് ആയതുകൊണ്ടാണ്. ഈ കുവൈറ്റ് പട്ടണത്തൊക്കെ ദൂതറിയിക്കണമെങ്കിൽ നിങ്ങൾ ദൈവമായിട്ട് കണക്ട് ആയിരുന്നു. മനസ്സിലായോ? എത്ര സംഭവം ഉണ്ടായി? 50 പേർ തീയെത്തിപ്പോയോ? 22 മദ്യവരത്തിപ്പോയോ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം നിങ്ങൾ വെളിപ്പെടുത്തു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? രാത്രി എവിടെ വന്നു വായിച്ചു? രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് അടുക്ക വന്ന് ധൈര്യമായിരിക്ക. നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കും. നീ കുവൈറ്റിൽ നിന്നതുപോലെ ഞാൻ നിന്നെ സൗദി അറേബ്യയിൽ നിർത്തും. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. പിടികിട്ടിയോ? നമ്മളോട് പറഞ്ഞിട്ട് ഞാൻ ദുബൈയിൽ പ്രസംഗിച്ചു കഴിഞ്ഞ 2 മാസം മുമ്പ്. എന്നോട് ദൂത് പറഞ്ഞിട്ട് ഞാൻ എന്നോട് പറഞ്ഞു വേറെ കുവൈറ്റ് പോകുന്ന പറഞ്ഞില്ല. എന്നാലും പറയാം, എനിക്കൊരു പോരാട്ടവും ഇല്ല. ഈ മനുഷ്യനോട് പറഞ്ഞു യെരൂശലേമിൽ നിന്നതുപോലെ നീ റോമിൽ നിൽക്കും എന്ന ദൂത് കൈയ്യ മാറിയ നിമിഷം അടുത്ത വാക്യം വായിച്ചു. നേരം വെളുത്തപ്പോൾ ദൂത് കൈ മാറി, ദൂത് കൈ കിട്ടി. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ചു പൗലോസിനെ കൊന്നുകളയോ. എന്താ കാര്യം അറിയോ? ദൂത് കൈ മാറി. രാത്രിയിൽ ദൂതം വന്നിട്ട് നീ യെരൂശലേമിൽ നിന്നതുപോലെ നീ റോമിൽ നിൽക്കുമെന്നുള്ള ദൂത് അഭിഷിക്തന് കൈമാറ്റപ്പോൾ ഇവൻ ഇവിടുന്ന് പുറത്തിറങ്ങരുത്. ആരാ? ദേശാധിപതി ശക്തികൾ തീരുമാനിച്ചു ഇവിടുന്ന് പുറത്തിറങ്ങരുത്. എന്റെ അകത്ത് തീ വ്യാപരിക്കുന്നതിനുണ്ടോ? ദേശത്തെ ചവിട്ടുമ്പോ ദേശത്തെ പൈശാചിക ഓ ഹല്ലേലൂയ. അഭിഷിക്തനെ തീ വ്യാപരിക്കുന്ന അഭിഷിക്തൻ റോമിൽ ചെയ്താൽ അത്ഭുതങ്ങൾ സംഭവിക്കും. വഴിയിൽ തീർക്കാൻ പാലകൾ നോക്കി. നിന്റെ മേലൊരു അഭിഷേകമുണ്ടോ? നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ടോ? നിന്റെ മേൽ തീയുണ്ടോ? ചവിട്ടുന്ന സ്ഥലം ഞാന് മീറ്റിംഗിന് വേണ്ടി ഞാൻ എന്റെ ഭാര്യയുടെ ഒരു വാസപ്രാർത്ഥനയ്ക്ക് പോവാണ്. ബൊലോറോ ജീപ്പാണ് ഞങ്ങളുടെ. രാത്രി തീരത്തോട് വണ്ടി ഓടിച്ചോണ്ട് പോവാണ്. പെട്ടെന്ന് ഭയങ്കര ശബ്ദം, പടക്കം പൊട്ടുന്നത്, വെട്ടോ പൊട്ടി. വണ്ടി ഇങ്ങനെ സൈഡിലോട്ട് ആറിന്റെ അകത്തോട്ട് പോയി. വണ്ടി അവിടെ താന്നത് കൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നാട്ടിൽ പോയി. വണ്ടിയുടെ സെൻട്രൽ ആക്സ് ഒടിഞ്ഞു പോയി. ഒടിഞ്ഞിട്ട് ടയർ കുത്തി കയറി, ടയർ പൊട്ടി കയറി, എല്ലാം ചരിഞ്ഞു കിടക്കാൻ വണ്ടി. ഞങ്ങൾ പെട്ടെന്ന് നിർത്തി വണ്ടി നാട്ടുകാരൊക്കെ ഓടിക്കൂടി. പെട്ടെന്ന് ആൾക്കാർ വന്ന് റിക്കവറി വാൻ വന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോയി. അപ്പൊ മീറ്റിംഗ് നടക്കാനിടത്തെ അച്ഛൻ കാറും കൊണ്ട് വന്ന് ഞങ്ങളെ കൊണ്ടുപോയി. മീറ്റിംഗ് സമയത്ത് 11 മണിക്കോടെ എത്തി. വണ്ടി റിക്കവറി വന്ന് കൊണ്ടുപോയി. അവിടെ ചെന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവ് തലയോട് കൈ കൊണ്ട് വെച്ചു. അമ്മാമ്മയൊരു ഭൂതം, അമ്മാമ്മയിലെ ഭൂതം മറ്റേ ഭൂതമാണ്. നമ്മുടെ ഇവിടുത്തെ സംഭവം. അതെ, ഇവിടെ വരാതിരിക്കാൻ ഞങ്ങളൊന്ന് നോക്കി, പക്ഷെ നടന്നില്ല. ഇവിടെ വരാതിരിക്കാൻ ഞങ്ങളൊന്ന് നോക്കി, നടന്നില്ല. നിന്റെ ഒരു അഭിഷേകമുണ്ടോ? നിനക്ക് പോരാട്ടമുണ്ടോ? ജയം നിന്റെ കൂടെ. മൂത്ത മോളെ കിടത്തി തള്ളിയിട്ട് കൊന്നു ശക്തി. ആ കയറിയ ശക്തി രണ്ടാമത്തെ കൊച്ചിനെ കൊണ്ടുപോകാൻ വന്ന് കയറിയിരിക്കുക. ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. പറയാൻ കാര്യം, നിന്റെ അഭിഷേകമുണ്ടോ? നീ പോകുന്നത് അപ്പോസ്തലനായ പൗലോസ് ചെല്ലുന്നിടത്തേക്ക് ഈ പ്രതിസന്ധി എന്താ കാണുന്നറിയാമോ? അദ്ദേഹം കാല് ചവിട്ടുമ്പോൾ ആ കാൽ പാദത്തിൽ കൂടെ ഒരു ശക്തി വ്യാപിക്കുന്നുണ്ട്. ആ ദേശത്തെ ശക്തിക്ക് ഇരിക്കാൻ പറ്റില്ല. കർത്താവ് പറഞ്ഞില്ലേ, പോകാൻ കാര്യം പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്റെ പ്രസംഗത്തിന്റെ കുറിപ്പൊക്കെ കഴിക്കാം. 3.5 വർഷം കോളേജിൽ പഠിച്ച ആളാണ്. ശൈലിയൊക്കെ നിങ്ങൾക്ക് അറിയാം, അത്ഭുതങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യും, എങ്ങോട്ട് പോകണ്ട, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഒരുമിച്ചിരുന്ന് എങ്ങോട്ട് പോകണം. എന്താ കാര്യം അറിയോ? നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും യെരൂശലേമിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്നെ
സാക്ഷിയാക്കണം. എന്താ? ശക്തി ലഭിച്ചിട്ട്. അല്ല അച്ഛാ ഞങ്ങൾക്ക് ശക്തി വേണ്ട, നമുക്ക് അന്ന് കർത്താവ് തന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്നേ. യഹൂദിയിലേക്ക് കൂടെ പോട്ടെ, ശേഷത്തിലേക്ക് കൂടെ പോട്ടെ, യോഹന്നാൻ എരിശലേമിലേക്ക് പോട്ടെ, ഞാൻ ഗലീലയിലോട്ട് പോകാം എന്ന് പറഞ്ഞ് പോയാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നിന്നെ ആ ദേശത്തെ ശക്തി പിടിച്ചു കണ്ടു. മനസ്സിലായോ? എന്ന് പറഞ്ഞ ശക്തി ലഭിച്ചിട്ടല്ലാതെ ഒരു ദേശത്ത് കാലുകുത്തിയാൽ ആ ദേശത്ത് ഭരിക്കുന്ന പൈശാചിക ശക്തി നിന്നെ പിടിച്ചു കണ്ടു. അപ്പൊ എന്താ ചെയ്യണം? കുവൈറ്റിലോട്ട് വിസ കിട്ടി ചാടിക്കല് പറഞ്ഞൊന്നുമല്ല. കർത്താവ് എന്നെ ഇങ്ങോട്ട് വിസ എടുത്ത് അയക്കാൻ പറഞ്ഞു. കർത്താവ് എനിക്ക് ചില കാര്യങ്ങൾ കർത്താവ് അവിടെ ചെയ്യിക്കണം. ആദ്യം നീ അവിടുത്തെ ദേശാധിശക്തിയെ ഭയങ്കര അവിടുത്തെ പ്രാർത്ഥന ഭയങ്കര ഇത് കെട്ടിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കടന്നു വന്ന് അന്ന് പോലെ തുടങ്ങിയ പരിപാടി അയച്ചു വിടാൻ കഷ്ടപ്പെട്ട് കിടക്കാൻ കേട്ടോ. ഈ ദേശം നിങ്ങൾ അറിയാതെ അനേകമുണ്ട്. അവരെ കർത്താവ് പുറത്തു കൊണ്ടിരിക്കുക. അവിടുത്തെ നിറം മേടിച്ചു വരാനല്ല, കഷ്ടപ്പെട്ടവരുണ്ട്. 2014 നാട്ടിൽ പോയല്ലേ, 2017 പാസ്പോർട്ട് എക്സ്പയർ ആകാം, 2025 വരെ റിന്യൂ ചെയ്തിട്ടില്ല. പല കോളനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ പോയില്ല. കർത്താവ് നിയമം തന്നില്ല. 2020 ജനുവരി മാസം 25 ജനുവരി മാസം എന്റെ മകന്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്തിട്ട് അന്ന് എന്നോട് ദൈവത്തിന്റെ അമ്മ പറഞ്ഞു റിന്യൂ ചെയ്യാൻ. തിരുവനന്തപുരത്ത് റിന്യൂ ചെയ്തിട്ട് തിരിച്ച് ഞാൻ ബസ്സിൽ വന്ന് വീട്ടിറങ്ങി. വീട്ടിലെത്തി അന്ന് രാത്രി എനിക്ക് ദുബൈയിൽ നിന്ന് കോൾ വന്നു. 3 പ്രൈസ് മീറ്റിംഗ് വന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞാൻ 10-20 വർഷം നിന്ന ആളാ, അവിടെ പാസ്റ്റർമാർ വിസിറ്റ് ചെയ്തിട്ട് ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മനുഷ്യനെ ഞാൻ എന്തിനാ ഇവരൊക്കെ ഇങ്ങോട്ട് വരുന്നേ? ഇവിടെ ഇഷ്ടംപോലെ പാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, കാശാണ്, കാശിന് വേണ്ടി വന്നോട്ട് എന്തിനാ വെറുതെ അത് ഇത് പറയുന്നത്? ഇവിടെ ആരും പോകുന്നില്ല. ഞാൻ അങ്ങനെ ചോദ്യം ചെയ്തിട്ടുള്ളതാ. അങ്ങനെ ഒരു വ്യക്തി ഞാൻ എന്തിനാ പോകുന്നത്? ഞാൻ പോകുന്നത് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അയക്കുന്നതേ ഉപവാസ പ്രാർത്ഥനയെ പ്രസംഗിക്കാൻ മാത്രമല്ല, കെട്ടപ്പെട്ട അറിയാമോ 65ഓളം കുടുംബങ്ങൾ കർത്താവിനെ അയച്ചു. കിടക്കുന്ന ആത്മഹത്യക്ക് കാത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ മാനേജറായിരുന്നു. 40,000 ശമ്പളം, പറയുന്നത് 4,000 കേടിയാണ് ശമ്പളം. അത്രയും ശമ്പളം മേടിക്കുന്ന മനുഷ്യൻ എന്നെ വീട്ടിൽ വിളിച്ചോണ്ട് പോയി പറഞ്ഞു, സാമ്പാസ്റ്റർ ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഒരു കുഴപ്പമില്ല, പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ ഫുൾ കേസ് തന്നെ അടിച്ചിട്ട് കാണിച്ചറിയുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇവിടെ 10 കുത്തിക്കെട്ട്, ഇവിടെ 10 കുത്തിക്കെട്ട്, ഇവിടെ 10 കുത്തിക്കെട്ട്, ഇവിടെ എല്ലാം 8-10 കുത്തിക്കെട്ടുള്ള. ഞാൻ ചോദിച്ചു, എന്താ ബ്രദർ ഇത്, എന്ത് പറ്റി? ഞാൻ തന്നെ വിളിക്കുന്നതാ. ഞാൻ പറഞ്ഞു, എന്തിന്? എന്റെ ശക്തി വ്യാപരിക്കുന്ന. ഇപ്പൊ ഞാൻ പാസ്പോർട്ട് സംസാരിക്കുന്നവരുടെ നോർമൽമാരാണ്, പക്ഷെ എന്നോട് എനിക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആള് മാറും. നേരെ കിച്ചണിൽ പോയി എന്റെ കൈ ഞാൻ കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്തായി കൈ കൊടുക്കും. പോലീസ് എന്നെ വന്ന് കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇപ്പൊ ഞാൻ ലെൻഡർ ട്രീറ്റ്മെന്റിലാണ്. കണ്ടോ കെട്ടപ്പെട്ടവരെ കണ്ടോ? ആരെങ്കിലും അറിയുന്നുണ്ടോ? അവന്റെ കൈ വെച്ചപ്പോൾ വ്യാപരിക്കുന്ന ശക്തി പുറത്തു വന്നു. കൊല്ലാമെന്ന ശക്തി, കുടുംബത്തെ ഇല്ലാതാക്കുന്ന ശക്തി. 1000-കണക്കിന് ആൾക്കാർ നമ്മുടെ ചുറ്റും കിടപ്പുണ്ട് കേട്ടോ. ഈ ദിവസങ്ങളിൽ അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന മുറി ദൈവത്തോട് ചോദിക്കുക. കെട്ടപ്പെട്ടവരെ എത്തിക്കണോ? സഭകളാണോ? ദേശത്ത് ജനം പുറത്തുകൊണ്ടോ? വഴിയാണോ? ദൈവം പറയുന്ന അനുസരിക്കണോ? കോളിംഗ് ബെൽ അടിച്ചോണം. അങ്ങനെ അടിച്ചിട്ടുള്ള ആളായി പറയുന്നത്. രാത്രി പോയി കോളിംഗ് ബെൽ അടിക്കാൻ പറഞ്ഞാൽ അടിച്ചോണം. പോകാൻ പറഞ്ഞാൽ പോയിക്കോണം. അത്ഭുതങ്ങൾ കാണും. കഴിയാതെ ഞാൻ നിർത്താൻ പോവാം. ദൈവമക്കളെ, ഈ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്കാണ്. ജോലി പോയാൽ പ്രാർത്ഥന വരുമോ? സമ്പത്തിന് കുറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുന്നു പറയൂ. എന്ത് സംഭവിച്ചാൽ എന്റെ ദൈവത്തെ നിമിഷം ആ ഒരു ചിന്തയിലേക്ക് അവിടെ അധികം നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ ഒരു പരിധിയുണ്ട്. ദൈവം നമ്മളെ കുറിച്ച് വലിയ കാര്യങ്ങൾ ചെയ്തു. സ്തോത്രം. എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് പ്രാർത്ഥന. അവിടുത്തെ അദൃശ്യമായ എന്റെ ദൈവത്തോട് പറ്റിയിരിക്കും. ഞാൻ സേവിക്കുന്ന ഞങ്ങളോട് ആ സേവിക്കുന്നത് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് കുടുംബങ്ങളെ വെളിപ്പെടുക. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ഭവനത്തിൽ വ്യാപരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ
പ്രാർത്ഥിക്കാം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ എന്നെ ഈ സഭയിലേക്ക് ക്ഷണിച്ച കർത്താവദാസൻ സഭ നന്ദി അറിയിക്കുന്നു. God bless you. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ സമയം വരെയും ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവിൽ ഘോഷിപ്പാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തി. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിലൂടെ കർത്താവിന്റെ ദാസനോട് ഇന്ന് വേണ്ട ആലോചന ലഭിച്ചു. ശക്തമായ ദൂത ദൈവത്തിന്റെ ആത്മാവിനെ അറിയിച്ചു. കേട്ട വചനത്തിന് മുമ്പാകെ ആത്മാവിൽ നിറഞ്ഞു. ദൈവത്തിനുമേ നാളിൽ നമുക്ക് ദൈവത്തെ പ്രാർത്ഥിച്ച് ആത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചു കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. കെട്ടപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങളുടെ നടുവിൽ കർത്താവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ആ ജീവിതങ്ങളിലേക്ക് കിടക്കിറങ്ങി ചെല്ലുവാൻ ദൈവസഭ ദൈവമക്കൾക്ക് ദൈവകൃപ ദൈവത്തിനായി കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശത്ത് സമാനിക്കപ്പെടട്ടെ. ദൈവദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദൈവം ചെയ്യുന്ന ശുശ്രൂഷകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തെ ഓർക്കാം, കുഞ്ഞുങ്ങളെ ഓർക്കാം. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിലേക്ക് അടുത്ത് വരാം. പരിശുദ്ധ ദൈവം അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. വീണ്ടും ഞങ്ങൾക്ക് വെള്ളിയാഴ്ച കാലദാനമായി തന്നു. ദിവസത്തെ കടന്നു ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരവസരങ്ങൾക്ക് ദാനമായി തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. സന്ധ്യയിൽ കടന്നു നാം ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപയ്ക്കായി സ്തോത്രം. സന്ധ്യയിൽ ഞങ്ങളുടെ മധ്യകർത്താവെ ആദരിക്കുവാൻ ഞങ്ങളുടെ വിശുദ്ധദാസനെ വായിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ദാസനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിന്നെ ശക്തമായി എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മനിർഭര ദൈവത്തെ ആരാധിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മകനെ ബലപ്പെടുത്തി ഓർത്ത് സ്തോത്രം. ബലപ്പെടുത്തി ഓർത്ത് സ്തോത്രം. സിസ്റ്റമെല്ലാം വളരെ അനുഗ്രഹമായി നടപ്പാം. സ്വർണ്ണവിടയാക്കിയല്ലോ, അതിന്റെ പിന്നെ പ്രവർത്തിച്ച കരങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. തോടെ നടത്തണം. ദൈവത്തിന്റെ ആത്മാവിൽ അങ്ങനെ ഘോഷിപ്പാൻ ദാസന് നിങ്ങളുടെ മധ്യ അയച്ച് ഈ സന്ധ്യയിൽ ക്രൂസിന്റെ മറവിൽ അവരുടെ ഘോഷിപ്പാൻ അവരുടെ ദാസനെ ബലപ്പെടുത്തി ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ദൈവജനത്തിന് ദൈവസഭയ്ക്ക് അനുഗ്രഹമായി വിടുതലായി തീർന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി ശത്രുവിന്റെ സകല പദ്ധതിയെ ദൈവത്തിന്റെ വചനമയച്ച് സ്വദേശത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ. ജനം വിടുവിക്കപ്പെടട്ടെ. ദേശത്തിന്റെ മേൽ ദൈവജനം വിടുവിക്കപ്പെടട്ടെ. വിരോധമായി എഴുന്നേറ്റ് വ്യാപരിക്കുന്ന ശത്രുവിന്റെ സകല പദ്ധതികളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചേർത്ത് പ്രാർത്ഥിക്കും. ആരാധനയ്ക്കായി വിടുതലായ ഇപ്പോൾ നിങ്ങൾ പിരിയട്ടെ. പിരിയാത്ത ദൈവസ്നേഹം വീണ്ടും കടന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുക. അങ്ങനെ യാത്രയിൽ കൂടെ ഇരിക്കണം. തോറും അങ്ങനെ അതൊരു കഴിയാതായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങനെ വിടുതന്റെ കരമൊക്കെ നീട്ടിയിരിക്കാൻ പ്രാർത്ഥന സ്വയം കേട്ടിരിക്കാൻ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളും കേൾക്കപ്പെട്ട ആലോചന കടന്നു ദൈവമക്കളുടെ സൃഷ്ടി ദൈവദാസനെ ആരെപ്പോഴും കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുക്രിസ്തു മാത്രം ചെയ്യുന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.